الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും ഈ സംഗമം നീ പൊരുത്തപ്പെടുന്ന ഒരു സംരംഭമാക്കി മഗ്ഫിറത്തിന്റെ 10 കൊണ്ട്
അനുഗ്രഹീതരായി പൊറുക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മഗ്ഫിറത്തിന്റെ 10, പാപമോചനത്തിന്റെ 10 എന്നതുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ പ്രഭാഷണം നാം നടത്തിയപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തത് ഒരേ ഒരായത്താണ്. 2 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും എന്ന ഭാഗം വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ബാക്കി ഭാഗം പറയാനിരിക്കുന്നു. ഇതിന് നമ്മൾ പ്രാധാന്യത്തോടുകൂടെ പറയണം എന്ന് കരുതിയത് മഗ്ഫിറത്താണ്. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. ആയത്തു വിശാലമാണ്. ഇനി സ്വർഗപ്രവേശം പറയുന്നു, പരലോകത്തിന്റെ പ്രത്യേകതകൾ പറയുന്നു, തീർത്തും മനുഷ്യന് സഹായവും റബ്ബിന്റെ സംരക്ഷണവും ആവശ്യമുള്ള ഘട്ടത്തിലാണ് മഗ്ഫിറത്ത് നേടുന്ന, തൗബ ചെയ്ത് മഗ്ഫിറത്ത് നേടുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വിജയം കിട്ടുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു ആയത്തിൽ. അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. നമ്മൾ മഗ്ഫിറത്തിന്റെ 10 എന്നാണ് തലക്കെട്ട് കൊടുത്തത് എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങൾ മുമ്പിലുണ്ട്. അത് പറയുന്നു എന്ന് മാത്രം. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നസൂഹായ തൗബ ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം തീർച്ചയായും നിങ്ങളുടെ അരുതായ്മകൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും, ഉറപ്പാണ്. അതിന്റെ വിവിധ വശങ്ങളാണ് ഇന്നലെയും മിനിയാന്നുമായി നമ്മൾ ചർച്ച ചെയ്തത്. മിനിയാന്ന് തൗബത്തുൻ നസൂഹ് എന്താണെന്ന് പറഞ്ഞു. ഇന്നലെ പടച്ച റബ്ബിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത, അല്ലാഹു എത്രത്തോളം പാപം പൊറുക്കുമെന്നും പാപം പൊറുക്കുന്നവൻ എന്ന് അല്ലാഹുവിനെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലാഹുവിനെ കയറി കയറി പരിചയപ്പെടുത്തുന്ന ഗാഫിറും ഗഫൂറും ഗഫാറും. ഇതുമായി ബന്ധപ്പെട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു ചർച്ചയുണ്ട്. ഞാനത് ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. ഗാഫിറായ റബ്ബും ഗഫൂറായ റബ്ബും ഗഫാറായ റബ്ബും എന്തിനാണ്? ഇന്നലെ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ ഒരു വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു. ഭാഗികമായി പാപം പൊറുക്കുന്നവനും മുഴുവൻ പാപങ്ങൾ പൊറുക്കുന്നവനും എത്ര വട്ടവും എത്ര തവണയും പുറത്തു തരാൻ സന്നദ്ധതയുള്ളവനും, ഇതാണ് ഗാഫിർ, ഗഫൂർ, ഗഫാർ. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ അത്തഫ്സീറുൽ കബീറിൽ എഴുതുന്നത് കാണാം. മാത്രമല്ല ഇമാം റാസിക്ക് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകൾ വിശദീകരിക്കാനായി 5000-ലധികം നാമങ്ങളുണ്ട് അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്ന. 100 ഇസ്മുകൾ അത് പ്രത്യേകം കാണാതെ പഠിച്ച് ചൊല്ലിയാൽ അവർക്ക് സ്വർഗം കൊടുക്കുന്ന അള്ളാഹിന്റെ റസൂൽ ഉറപ്പ് കൊടുത്തു. അത് 100ആണ്, 99. അത് 99 നാമങ്ങളാണ്. 100 അല്ല, 99. ആ 99 ഇസ്മുകളല്ല, മൊത്തത്തിൽ അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്ന സുന്ദരമായ നാമങ്ങൾ ധാരാളമുണ്ട്. 5000-ലധികം നാമങ്ങൾ എണ്ണിയിരിക്കുന്നു ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു.
എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഈ അസ്മാഉൽ ഹുസ്നയിൽ കാണുന്ന ഒരു സൗന്ദര്യമുണ്ട്. അതെന്താണ്? ഗാഫിർ, ഗഫൂർ, ഗഫാർ. അതൊരു ഉദാഹരണാട്ടോ, നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറയാണ്. ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്തെങ്ങനെ 3 ശബ്ദത്തിൽ ഒരേ വിഷയം പരിചയപ്പെടുത്തിയത്? മനുഷ്യന്മാരെ കൂട്ടത്തില് ലാലിമുണ്ടാകും, ലലൂമുണ്ടാകും, വല്ലാമുണ്ടാകും. മനുഷ്യരെ കൂട്ടത്തിൽ അക്രമികളുണ്ടാകും, അതിക്രമികളുണ്ടാകും, പരാക്രമികളുണ്ടാകും. ലാലിമും വലൂമും വല്ലാമും ഉണ്ടാകും. ലാലിമായ മനുഷ്യന് ഗാഫിറായ റബ്ബിൽ പ്രതീക്ഷയുണ്ട്. ലലൂമായ മനുഷ്യന് ഗഫൂറായ റബ്ബുണ്ട്. വല്ലാമായ മനുഷ്യന് അങ്ങേയറ്റത്തെ ക്രൂരതകൾ പടച്ച റബ്ബിനോട് ചെയ്ത മനുഷ്യന് ഗഫാർ, ഏറ്റവും അധികം പൊറുക്കുന്ന റബ്ബ് അവനുണ്ട്. ഒരേ റബ്ബിനെ കുറിച്ച് 3 സ്വരത്തിൽ പരിചയപ്പെടുത്തിയത് 3 വിഭാഗം ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ടെന്ന് പഠിപ്പിക്കാനാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇതൊക്കെ ഞാൻ മുമ്പ് അസ്മാഉൽ ഹുസ്ന വിശദീകരിച്ച സന്ദർഭത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാ. അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കുമ്പോൾ അൽ ഗഫൂർ ജല്ല ജലാലു എന്ന നാമം വിശദീകരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാപം പൊറുക്കും എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. ചോദിക്കാൻ ആളുണ്ടോ പ്രിയപ്പെട്ട സഹോദര? പടച്ച റബ്ബിലേക്ക് മടങ്ങിയാൽ അവൻ നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ റെഡിയാണ്. ഏതുവരെ റബ്ബ് തൗബ സ്വീകരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ താബ ഖബ്ല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ മനുഷ്യന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. താബല്ലാഹു അലൈഹി, താബല്ലാഹു അലൈഹി. മൻ താബ ഖബ്ല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്തു മടങ്ങുന്നവനെ അല്ലാഹു സ്വീകരിക്കാൻ റെഡിയാണ്. മൊത്തത്തിൽ തൗബയുടെ കാലാവധി അതാണ്. ഒന്നേരായ മജീദ് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കയറി വരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൊത്തത്തിൽ ഇങ്ങനെയാണ് തൗബയുടെ കാലാവധി. ഏതുവരെ അള്ളാഹു തൗബ സ്വീകരിക്കുന്നു ചോദിച്ചാൽ എന്റെ മറുപടി ഇതാണ്: പടിഞ്ഞാറുന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ. അത് മൊത്തത്തിൽ ഖിയാമത്ത് നാൾ വരെ സ്വീകരിക്കും. എന്നാൽ വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യന്റെ തൗബ ഏതുവരെ സ്വീകരിക്കും? നമ്മളിപ്പോ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ആളുകളാവണം എന്നില്ലല്ലോ. ഒരുപാട് ആളുകൾ മരിച്ചുപോയില്ലേ? വൈയക്തികമായിട്ട് തൗബയുടെ കാലാവധി അതുവരെ ഉണ്ടാവില്ല. വൈയക്തികമായി തൗബയുടെ കാലാവധി റൂഹ് തൊണ്ടൻകുഴിയിൽ എത്തുന്നത് വരെയാണ്. റൂഹ് തൊണ്ടൻകുഴിയിൽ എത്തിയാൽ എല്ലാവരും തൗബ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നു ഫറോവയെ കുറിച്ച്. എന്തോ ഒരാവശ്യത്തിന് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ജീവിതത്തിലൊരു തലവേദന പോലും വരാത്ത പഹയനാണവൻ. അള്ളാഹുവിന്റെ എല്ലാ ജീവിത സൗകര്യങ്ങളും അള്ളാഹു തആല കൊടുത്തതാണ്. പടച്ച റബ്ബ് എല്ലാ ജീവിത സൗകര്യങ്ങളും, അള്ളാഹ് സൃഷ്ടിച്ച ജീവിത സൗകര്യങ്ങള് സാധാരണ മനുഷ്യന് കൊടുക്കാവുന്നതൊക്കെ പരമാവധി കൊടുത്തിട്ടുണ്ട്. ഒരു തലവേദന പോലും ആ പഹയൻ ഉണ്ടായിട്ടില്ല. എന്തിനാ ഞാൻ അന്നത് പറഞ്ഞിരുന്നത്? ഒന്നാമത്തെ ദിവസം പറഞ്ഞിരുന്നു, ഇവിടുത്തെ സ്വർഗം സ്വർഗമല്ല എന്ന് പറയാൻ. യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പോകുന്നുണ്ട്, അതിലേക്ക് എത്തും.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഫറോവയടക്കം ഫിർഔനുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി, ഫറോവയടക്കം, ഇത്രയും ദുഷ്ടനായ ഫറോവയടക്കം റൂഹ് തൊണ്ടൻകുഴിയിലെത്തിയപ്പം വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ട്. ആ റൂഹ് തൊണ്ടൻകുഴിയിലെത്തിയപ്പം ബഹറിൽ ഇങ്ങനെ മുങ്ങിച്ചാവുന്ന സമയത്ത് പറഞ്ഞു നോക്കിയില്ലേ, ബനു ഇസ്രായേൽ വിശ്വസിച്ച റബ്ബിൽ ഞാനും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നോക്കി. പക്ഷെ അല്ലാഹു തആല സ്വീകരിച്ചില്ല. കാരണം എന്താ? റൂഹ് തൊണ്ടൻകുഴിയിലെത്തിയിട്ട് പിന്നെ തൗബ സ്വീകരിക്കൂല. അതിന്റെ മുമ്പ് പറയേണ്ടിയിരുന്നു. മരിക്കാൻ നേരത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മരിക്കാൻ നേരത്ത് നമ്മുടെ കണ്ണിന്റെ മറയങ്ങ് പൊളിക്കുകയാണ്. അതുവരെ മറയുള്ളൂ. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അന്നാസു കുല്ലുഹും നിയാം വഇദാ മാതു തബഹു. അങ്ങനെയാണ് നമ്മളൊക്കെ ഉറങ്ങുക. സുഫിയാനു സൗരി പറഞ്ഞു, മനുഷ്യരൊക്കെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. വഇദാ മാതു ഇൻതബഹു, മരിച്ചു കഴിഞ്ഞാൽ ഉണർന്നു. നമ്മൾ സാധാരണ പറയാറുള്ളത് തിരിച്ചാ. അയാൾ കണ്ണു ചിമ്മി, അയാൾ എന്നേക്കുമായി ഉറങ്ങി എന്നൊക്കെയാണ് നമ്മൾ മരിച്ചാ പറയാ. അങ്ങനെയല്ല സത്യത്തിലുള്ളത്. മരിക്കുന്നത് വരെ ഒരു മറയുണ്ട്. ആ മറ അങ്ങ് നീങ്ങുന്നതോടുകൂടെ, മരിക്കുന്നതോടുകൂടെ, മരണമാസന്നമാകുന്നതോടുകൂടെ തന്നെ എല്ലാം കാണുന്ന, സ്വർഗവും നരകവും ഒക്കെ കണ്ടുകൊണ്ടാ മരിക്കുന്നത്. നല്ല മനുഷ്യന്മാരാണെങ്കിൽ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കും. ചീത്ത മനുഷ്യരാണെങ്കിൽ നരകം കണ്ടുകൊണ്ട് മരിക്കും. അള്ളാഹു കാക്കട്ടെ. ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. സ്വർഗം തന്നെ കാണുക, നരകം തന്നെ കാണുക. അതിന് മുമ്പിന്ന് മറയങ്ങട്ട് നീക്കിയാൽ എന്തേ സ്വർഗവും നരകവും ഒക്കെ കാണുന്നതിന് കുഴപ്പവും? ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പം എല്ലാം കാണുകയാണ്. മലക്കൂത്തുസ് സമാവാതി വൽ അർദ്. ഇബ്രാഹിം നബിക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുക, വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർദ്. മറ അങ്ങട്ട് നീക്കിയാൽ നമുക്കൊക്കെ ഉള്ള പ്രശ്നം ഇപ്പം എന്താന്ന് വെച്ചാല്, ഒരു കനത്ത ഒരു കർട്ടൻ, ഒരു മറ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടൊരു പരിധി വരെ കാണാൻ കഴിയുന്നുള്ളൂ. കാഴ്ചക്ക് കൺട്രോളുണ്ട്. ഈ കൺട്രോൾ അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ എല്ലാം പച്ചയായിട്ട് കാണും. നരകവും സ്വർഗവും ഒക്കെ കാണും. സയ്യിദുനാ റസൂലുള്ളാഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ഇങ്ങനെ കാണുകയാണ്. സ്വർഗത്തിലെ പഴം പറിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. കേട്ടിട്ടില്ലേ പലപ്പോഴും വഅദ് പറയുമ്പോൾ? ഒക്കെ ഹദീസിൽ വന്നതാണ്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കണ്ടിരുന്നു, റിഫാഈ ശൈഖ് കണ്ടിരുന്നു. ഞാനിതൊക്കെ പറയുന്നത്, ഈ മറയങ്ങ് നീക്കുമ്പോൾ നമ്മളെ കണ്ണിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ. അതാണ് സൂറത്തു ഖാഫിലുണ്ടൊരു പ്രയോഗം, അത്ഭുതപ്പെടുത്തുന്ന പ്രയോഗമാണ്. സൂറത്തു ഖാഫിൽ എന്താ പറയുന്നതെന്നറിയോ? മനുഷ്യർക്ക് പുനരുത്ഥാനം നൽകുന്ന സമയത്ത് ആ മനുഷ്യരെ അങ്ങ് എഴുന്നേൽപ്പിച്ചിട്ട് അതാ അവനെ കസ്റ്റഡിയിലെടുത്തിട്ട് രണ്ട് മലക്കുകൾ വന്ന് കസ്റ്റഡിയിലെടുത്ത് പടച്ച റബ്ബിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക്, പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് അവരെ കൊണ്ടുവരുന്ന സമയത്ത് അന്ന് സംഭവിക്കാൻ പോകുന്നത്, രണ്ട് മലക്കുകൾ ആരാ? കാത്തിബുൽ ഹസനാത്തും കാത്തിബുസ് സയ്യിആത്തുമാണ്. കാത്തിബുൽ ഹസനാത്തും കാത്തിബുസ് സയ്യിആത്തും, അഥവാ നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളില്ലേ, ആ മലക്കുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന രംഗം അതാ വിശുദ്ധ ഖുർആൻ പറയുന്നു, വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. പുനരുത്ഥാനം കഴിയുന്ന സമയത്ത് ഞാൻ പറയുന്നത്,
ഈ ഒരു കാര്യം പറയാനാണ്. ഏത് കർട്ടൻ നീങ്ങുന്നുണ്ട്, മരണത്തോടുകൂടെ പരലോകത്തെത്തുന്നതോടുകൂടെ പിന്നെ എല്ലാം കാണുന്നു. ഇപ്പൊ നമ്മൾ കാണാത്ത നരകവും സ്വർഗവും, ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടാത്ത മലക്കൂത്തിയായ ലോകം, അതൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് ലൈവായിട്ട് കാണുകയാണ്. വജാഅതു കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഓരോ ശരീരവും അതിന്റെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അതിനെ തൊളിച്ചു കൊണ്ടുവരാൻ ഒരാളുണ്ടാകും. അതിന്റെ കുറ്റപത്രം ചുമന്നൊരു സാക്ഷിയും ഒപ്പമുണ്ടാവും. മഅഹാ സായിഖും വശഹീദ്. ഓരോരുത്തരുടെ കാര്യത്തിലും 2 മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ചിരുന്നു നന്മയും തിന്മയും എഴുതാൻ. ആ 2 മലക്കുകളാണ് ഇത്. ഒരാള് ഇവന്റെ ചുമലിൽ പിടിക്കും, എന്നിട്ട് ഇവനെ കയ്യോടെ പിടിച്ചു റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പം സായിഖ് ഇയാളാ, വശഹീദ് ഇയാളെ തൊളിച്ചു കൊണ്ടുവരുന്ന ആള്, ഇയാൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ആള്, അതാണ് സായിഖ്. വശഹീദ് എന്നാൽ ഇയാളുടെ കുറ്റപത്രം ചുമന്ന സാക്ഷി പിറകിലുണ്ടാകും. ഇയാളെ കിതാബുമായിട്ടൊരു സാക്ഷി, ഇയാളുടെ പേരിൽ സമർപ്പിക്കാനുള്ള ഫയല്, കുറ്റപത്രം, അത് ചുമന്നുകൊണ്ട് ഒരാൾ പിറകിലുണ്ടാവും. അങ്ങനെ റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഇയാൾ ആകെ വിറക്കുന്നു. ആ മനുഷ്യൻ പറയുന്നു, അല്ല, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ ഈ കൊണ്ടുപോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ ഈ കൊണ്ടുപോകുന്നത്? എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നെ പ്രയാസപ്പെടുത്തരുത്, എന്നെ ബേജാറാക്കരുത്, എനിക്ക് പേടിയാകുന്നുണ്ട്. നിങ്ങൾ എവിടേക്കാ എന്നെ ഈ കൊണ്ടുപോകുന്നത്? ആ സമയത്ത് ഇവനോട് മലക്കുകൾ പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ഓർമ്മ വന്നപ്പോ അങ്ങ് ഓതിയേ ഉള്ളൂ. എന്താ വിഷയം? മലക്കുകൾ പറയുന്ന മറുപടി, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇങ്ങനെ ഒരു പച്ചയായ യാഥാർത്ഥ്യം, എഴുന്നേൽപ്പും പുനരെഴുന്നേൽപ്പും ഹിസാബും പരലോകവും പാലവും നരകവും സ്വർഗവും ഒക്കെ നിന്റെ മുമ്പിൽ വരുന്ന അന്ന് നിന്നോട് പറഞ്ഞപ്പം നീ അന്തമില്ലാതെ ജീവിക്കായിരുന്നില്ലേ? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഈ സംഗതിയെ തൊട്ട് തീർത്തും നീ അശ്രദ്ധയിലായിരുന്നു ഉണ്ടായിരുന്നത്. നിനക്കൊരു ബോധവുമില്ലായിരുന്നു, നീ അശ്രദ്ധയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒന്ന് വരുന്നുള്ള ബോധമേ നിനക്കില്ലായിരുന്നു. എന്നാൽ ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ നീ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക്, ഫകശഫ്നാ അൻക ഗിതാഅക്. ഇന്ന് നിന്റെ കണ്ണിന്റെ മറയങ്ങ് നീക്കി നമ്മള്. കണ്ടാ, ഫകശഫ്നാ അൻക ഗിതാഅക്. ഇന്ന് നിന്റെ കണ്ണിന്റെ മൂടി അങ്ങ് നീക്കി, മറയങ്ങ് നീക്കിയപ്പം ഫബസറുക്കൽ യൗമ ഹദീദ്. ഇന്ന് നിന്റെ കണ്ണിന് നല്ല മൂർച്ചയുണ്ടല്ലേ? മലക്കുകൾ ചോദിക്കും, നമ്മളെ ശരിക്കും വഷളാക്കും, കുറ്റം സമ്മതിപ്പിക്കും. അവിടുന്ന് പറഞ്ഞപ്പോ ബോധ്യപ്പെടുന്നില്ലേനല്ലോ. എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് പാലം, എന്ത് ഹിസാബ് എന്നൊക്കെയല്ലേ ചോദിച്ചിരുന്നത്. ഇപ്പൊ ഒക്കെ മനസ്സിലാകുന്നില്ലേ? മറയങ്ങ് നീക്കിയപ്പം ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക യൗമ ഹദീദ്. ഇന്ന് നിന്റെ കണ്ണിന് നല്ല മൂർച്ചയില്ലേ? അതുകൊണ്ട് ഇനി വിലപിച്ചിട്ട് കാര്യമില്ല, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നടക്കങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ അതാ നിർബന്ധപൂർവം നമ്മെ കൊണ്ടുപോകുന്നു. അതോടുകൂടെ റബ്ബിന്റെ കോർട്ടിലെത്തിയിട്ട് പറയുന്ന ഒരു വാക്ക് ഇതിനോടനുബന്ധമായുള്ളതാണല്ലോ. ജസ്റ്റ് അതൊന്ന് പറയാം, മുന്നോട്ട് പറയുന്നില്ല. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ അർത്ഥമറിഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പുറത്ത് പാരായണം ചെയ്യുന്നുവെങ്കിൽ ഖൽബ് പിളരുന്ന ആയത്തുകളാണ്. ഇങ്ങനെ നിൽക്കുമ്പം വഖാല ഖരീനുഹു, ഇവനെ കസ്റ്റഡിയിലെടുത്ത ഇവന്റെ ഈ കൂട്ടുകാരൻ മലക്കുണ്ടല്ലോ, ഈ മലക്ക് ഓരോരുത്തർക്കും നന്മയും തിന്മയും എഴുതാൻ ഈ 2 മലക്കുകളുണ്ട്. ഹദീസുകളിൽ പരിചയപ്പെടുത്തുന്നു.
എന്റെ നന്മയും തിന്മയും എഴുതുന്ന മലക്കല്ല നിങ്ങളുടെ നന്മയും തിന്മയും എഴുതുന്നത്. ഓരോരുത്തർക്കും കാത്തിബുൽ ഹസനാത്ത് കാത്തിബുസ് സയ്യിആത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അവർ രണ്ടുപേരെയും സംബന്ധിച്ച് അവര് നമ്മുടെ അടുത്തില്ലാതെ ഒരു വാക്ക് പോലും നമ്മൾ ഉരിയാടുന്നില്ല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യൻ ഉരിയാടുകയില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവന്റെ അടുത്ത് നിരീക്ഷകരെപ്പോഴും ഓൾറെഡി ഹാജറില്ലാതെ. റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകനാണ്, അതീദ് എന്ന് പറഞ്ഞാൽ ഹാജറില്ലാതെ, ഒരു നിരീക്ഷകന്റെ സാന്നിധ്യത്തിലല്ലാതെ നമ്മൾ ഒരനക്കം ഒന്നും ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നില്ല. അങ്ങനെയാണ് സഹോദര. എന്നിട്ട് നമ്മളെ കയ്യിലെടുത്ത് നമ്മളെ ശരിക്ക് നിയന്ത്രണത്തിൽ എടുത്ത് നമ്മെ പരലോകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പറയാ എന്ത്? വഖാല ഖരീനുഹു. ഓരോരുത്തരുടെ കൂടെയും 2 മലക്കുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞെടുത്ത് മുഫസ്സിറുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളെ കാര്യത്തിൽ അല്ലാഹു തആല ഏൽപ്പിച്ച ഈ 2 മലക്കുകളാണത്. അവരുടെ ജനന തീയതി മലക്കുകൾ അള്ളാഹുവിന്റെ മഖ്ലൂക്കാണ്. അവരുണ്ടായത്, അവരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത് നമ്മൾ ജനിച്ചെന്നാ. നമ്മൾ ജനിക്കുമ്പോഴാണ് അവർ ജനിക്കുന്നത്. അത് വലിയൊരു അത്ഭുതമാണ്. അവർ നമ്മളോടൊപ്പം എപ്പോഴും. അങ്ങനെ എന്തു ചെയ്തു? ഇവര് അവിടെ കൊണ്ടുപോയിട്ട് റബ്ബിനോട് പറയാണ് വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. നമ്മളെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയ മലക്കില്ലേ, ആ മലക്ക് പടച്ച റബ്ബിന്റെ കോർട്ടിൽ നമ്മളെ എത്തിച്ചിട്ട് പറയാണ് ഹാദാ മാ ലദയ്യ അതീദ്. റമളാനിലെ നോമ്പ് നോറ്റ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഒന്ന് ചിന്തിക്കുക. എന്നെയും നിങ്ങളെയൊക്കെ ഇങ്ങനെ പിടികൂടിയിട്ട് റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുപോവുകയാണ്. ധാരാളം ഫർദ് നിസ്കാരങ്ങൾ ഉപേക്ഷിച്ച നമ്മളെ, ജീവിതത്തിൽ ഒരുപാട് ഹറാമ് തിന്ന നമ്മളെ, മാതാപിതാക്കളെ വെറുപ്പിച്ച നമ്മളെ, അയൽക്കാരെ ദ്രോഹിച്ച നമ്മളെ, സയ്യിദന്മാരെയും സാദാത്തുക്കളെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞ നമ്മളെ കൊണ്ടു ചെന്ന് നിർത്തിയിട്ട് പറയാണ് ഹാദാ മാ ലദയ്യ അതീദ്. റബ്ബേ, എന്റെ കസ്റ്റഡിയിലുള്ളവൻ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. എന്റെ ബാധ്യത ഞാൻ തീർത്തിരിക്കുന്നു. എന്നെ നീ ഏൽപ്പിച്ച ഒരുത്തനുണ്ടായിരുന്നു, എന്റെ കസ്റ്റഡിയിലുള്ളവൻ ഇതാ പടച്ചോനെ. ആ സമയത്ത് ഇത് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുവന്ന മലക്ക് പറയുമ്പം നമ്മുടെ കുറ്റപത്രം ചുമന്ന് മറ്റേയാള് പിറകിലുമുണ്ട്, ഷഹീദ്. മഅഹാ സായിഖും വശഹീദ് പറഞ്ഞില്ലേ? അപ്പൊ അല്ലാഹു 2 ആളോടുമായിട്ട് മറുപടി പറയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കുകയായിരിക്കും, എന്നാൽ ഒന്നും ചെയ്യണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അല്ലാഹു തആലയോട് ഇദാ ഹാദാ മാ ലദയ്യ അതീദ് പറയുമ്പം പടച്ച റബ്ബ് പറയാണ് അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിം മുരീബ്. എല്ലാ നന്മകൾക്കും മുടക്ക് വെച്ചിരുന്ന. നോക്കൂ, ഇവരോട് 2 ആളോടും പറയാണ്, എന്തിനാണ് ഇവനെങ്ങനെ കെട്ടിവലിച്ച് നടക്കുന്നത്? നിങ്ങൾ 2 ആളും കൂടെ അവനെ എടുത്തിട്ട് എറിയണം. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാർ. നന്ദി കെട്ട മുഴുവൻ വർഗത്തെയും, അതേ കഫാരിൻ അനീദ്, മത്സര ബുദ്ധിയോടെ നീങ്ങുന്ന എല്ലാവരെയും, ദീനിനോട് മത്സര ബുദ്ധിയോടെ നീങ്ങിയവർ. ഒരുപാട് പറയാനുണ്ട്, സമയം വൈകിപ്പോകും. നമ്മുടെ വിഷയം സംസാരിക്കണം. മന്നാഇൽ ലിൽ ഖൈരി, എല്ലാ നന്മകൾക്കും മുടക്ക് വെക്കുന്നവൻ. ഒരു നല്ല സംരംഭം ഒരാൾ തുടങ്ങുന്നുവെങ്കിൽ അതിന് ഉടക്കുമായി ഓടി നടക്കുന്നവൻ. മന്നാഇൽ ലിൽ ഖൈർ മുഅ്തദിം മുരീബ്, അന്താരാഷ്ട്ര മര്യാദകളെ മുഴുവനും ലംഘിച്ച് അതിക്രമം പ്രവർത്തിക്കുന്നവർ. മുരീബ്, സർവകാര്യങ്ങളിലും
സംശയിക്കുകയും സംശയിപ്പിക്കുകയും ചെയ്യുന്നവൻ മുരീബ്. വെറുതെ ജനങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അതങ്ങനെയാ ഇതിങ്ങനെയാ, ആവശ്യമില്ലാത്ത ഫിത്നകൾ പറഞ്ഞു പരത്തുക, എന്നിട്ട് യതീം മക്കളുടെ ഭക്ഷണം മുടക്കുക, സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപകടമാണ് മുഅ്മിനീങ്ങളെ. എന്നല്ല, നല്ല നിലയിൽ നടക്കുന്ന ഒരു സംരംഭങ്ങളെയും നമുക്കുറപ്പാണ് അത് അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടുന്ന കാര്യമാണെന്ന്. അത്തരം സംഗതികൾ കുടക്ക് വെക്കാൻ പോകരുത്. ഇവരെയൊക്കെ പിടിച്ച് നരകത്തിലെറിയാൻ അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്തേ, ഞാൻ ഈ ആയത്ത് ഇവിടെ ഉദ്ധരിക്കാനുണ്ടായ കാരണം നിന്റെ മറ നീക്കിയപ്പോൾ നീ സംഗതികളൊക്കെ കാണുന്നുണ്ടല്ലേ, എല്ലാം പച്ചയായി കാണുന്നുണ്ടല്ലേ. അപ്പോ റൂഹ് തൊണ്ടൻകുഴിയിലെത്തുമ്പോ എല്ലാം നേരിട്ട് കാണും. അള്ളാഹു സത്യമാണെന്ന് ബോധ്യപ്പെടും, സ്വർഗം സത്യമാണെന്ന് ബോധ്യപ്പെടും, നരകം സത്യമാണെന്ന് ബോധ്യപ്പെടും. സ്വർഗം കാണിക്കുക, നരകം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിന്റെ ചിത്രം നരകത്തിന്റെ ചിത്രം ആണോ? അല്ല. സ്വർഗത്തിന്റെ ഫോട്ടോ അല്ല, നരകത്തിന്റെ ഫോട്ടോ അല്ല. അതൊക്കെ ചിലപ്പോ ഇങ്ങനെ നമ്മളും അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ആ പ്രയോഗത്തില്. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുക, നരകത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുക എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ദ്വാരക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോ അതറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പ്രയോഗമാണ്. സ്വർഗം കണ്ട് മരിക്കലാണ്, സ്വർഗത്തിന്റെ ഫോട്ടോ അല്ല, നരകത്തിന്റെ ഫോട്ടോ അല്ല, മുത്തുനബിയുടെ ഫോട്ടോ അല്ല, മുത്തുനബിയെയാണ് കാണുന്നത്. ഖബറിലേക്ക് കാണിക്കുമെന്ന് പറഞ്ഞ മുത്തുനബിയുടെ ഫോട്ടോ ആണോ? അല്ല, മുത്തുനബിയെ കാണിക്കുമെന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ സംഗതികൾക്കൊന്നും ഫോട്ടോ ഇല്ല, ഫോട്ടോ അല്ല വിഷയം, ആ സംഗതി തന്നെ നേരിട്ട് കാണിക്കുക. അപ്പൊ മദീനയിൽ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മദീനയിൽ കിടക്കുന്ന മുത്തുനബി തങ്ങളെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കബറടക്കപ്പെട്ട കബറാളികളിലേക്ക് കാണിക്കണമെങ്കിൽ എത്രയാണ് ഹബീബിന്റെ പവർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ കബറിലേക്കും ലൈവായിട്ട് ആ ഹബീബിനെ അങ്ങനെ കാണുക. ഖബറടക്കി കഴിഞ്ഞാൽ ഉടനെ കാണും. എന്നിട്ട് ഇയാളെ പറ്റി നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കും. അതാണ് ഒന്നാമത്തെ വിചാരണ. ചോദ്യം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. മുത്തുനബി അങ്ങനെ കാണിച്ചു തരും ഖബറിലേക്ക് ലൈവായിട്ട്. ഇയാളെ അറിയോ എന്ന് ചോദിക്കും. മൂമിനായ മനുഷ്യനാണെങ്കിൽ നല്ല മറുപടി പറയും, അല്ലാത്തവൻ പറയും ഇന്നന്നാസ കാനൂ യഖൂലൂന കദാ വകദാ. ജനങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റി മുഹമ്മദുർ റസൂലുള്ളാഹി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന് പറയും. ആര്? മുനാഫിഖുകൾ. കാരണം അവൻ ശരിക്കും റസൂലുള്ളാഹി ആണെന്ന് വിശ്വസിച്ചിട്ടില്ല. അവൻ വിശ്വസിച്ചത് എന്താ? തെറ്റു ചെയ്യുന്ന ഒരു മുഹമ്മദ് നബിയിലാണ്. അവൻ വിശ്വസിച്ചത് ഉമ്മയും വാപ്പയും ഒക്കെ നരകത്തിലായ മുഹമ്മദ് നബിയെയാണ്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി എന്ന് പൂർണ്ണമായിട്ട് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ മുനാഫിഖീങ്ങൾ പറയും, കാഫിരീങ്ങളല്ല മുനാഫിഖീങ്ങൾ, നിഷേധികൾ പറയുന്നത് എനിക്കറിയൂല എന്നാണ്. മുനാഫിഖീങ്ങൾ പറയും ജനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു, എനിക്കതിലൊന്നും വിശ്വാസമല്ലായിരുന്നു. ഞാൻ മക്കത്ത് വളർന്ന ഒരു മുഹമ്മദ് നബി, അത്രേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. മുഹമ്മദ് നബി പോലുമില്ല, മുഹമ്മദ് നബിയാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കളങ്കപ്പെടരുത്. അത് കളങ്കപ്പെട്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞു. കൂട്ടത്തിലൊരു കാര്യം ഉണർത്താനുള്ളത്, ചെയറുകൾ അല്പം ഒന്ന് അടുപ്പിക്കുക. ചെയറുകൾ അല്പം ഒന്ന് അടുപ്പിച്ചാൽ ഉപകാരപ്പെടും. ഈ ഭാഗത്താണ് പറഞ്ഞത്, നിങ്ങൾ അടുപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തുള്ളവർ ഒന്ന് പരമാവധി ഒന്ന് അടുപ്പിച്ചാൽ മതി, അടുപ്പിക്കാനുള്ള ചാൻസ് ഇല്ല. ഏതായാലും പരമാവധി ഒതുങ്ങിയിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂടുതൽ ഖൈറും ബറക്കത്തും നമ്മുടെ സദസ്സിന് നൽകട്ടെ. സ്ത്രീകളോടാ പറയാൻ പറഞ്ഞ. ശരി. സ്ത്രീകളുടെ ഭാഗത്ത് പിറകില് സ്ഥലമില്ലാതെ വിഷമിക്കുന്നുണ്ട്, പിറകിൽ വന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ടൊന്ന് സ്ത്രീകളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ചെയർ മുമ്പിലേക്ക് ഇടണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ? അതുകൊണ്ടാണ് ഈ റൂഹ് തൊണ്ടൻകുയ്യിലെത്തുമ്പം ആമൻതു ബില്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ എന്ന് ഫറോവ പറഞ്ഞില്ലേ? ഇവൻ വിശ്വസിച്ചത് അത്ഭുതമല്ലേ? അപ്പൊ റൂഹ് തൊണ്ടൻകുയ്യിലെത്തിയിട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല.
തൗബയുടെ വാതിൽ ക്ലോസ് ആയി കഴിഞ്ഞു. തൗബയുടെ വാതിൽ ക്ലോസ് ആയിട്ട് പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അപ്പൊ തൗബയുടെ വാതിൽ ഓപ്പണായി കിടക്കുന്നത് നമ്മൾ വ്യക്തിപരമായി പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നത് വരെ അത് ഓപ്പണാണ്. എപ്പം മടങ്ങിയാലും റബ്ബ് സ്വീകരിക്കും, എപ്പം മടങ്ങിയാലും. അപ്പൊ ഇപ്പോഴൊന്നും സമയം വൈകിയിട്ടില്ല, പക്ഷെ അടുത്ത നിമിഷം മരിക്കുമെന്നറിയില്ല. ഇപ്പം വൈകിയിട്ടില്ല, വേഗം മനസ്സുകൊണ്ട് തൗബ ചെയ്യണം, മടങ്ങണം സഹോദരങ്ങളെ, മടങ്ങണം. അതാണ് രണ്ടാമത് മുത്തുനബി പറഞ്ഞത്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഓരോ വ്യക്തികളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കും മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടൻകുഴിയിൽ കിടന്ന് കളിക്കുന്ന സമയം വരെ. റൂഹ് തൊണ്ടൻകുഴിയിൽ കെട്ടുന്ന സമയം, ഗർഗർ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം അതാ. റൂഹ് തൊണ്ടൻകുഴിയിൽ കിടന്നിങ്ങനെ കെട്ടിക്കളിക്കുന്ന സമയം. മാലം യുഗർഗിർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന മനുഷ്യൻ അങ്ങേയറ്റത്തെ വിനയമുണ്ടായിരിക്കണം അവന് തൗബ ചെയ്യുമ്പം വേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നല്ല വിനയം വേണം. അല്ലാഹുവേ പറ്റിപ്പോയി, വന്നുപോയി, സംഭവിച്ചു പോയി എന്നൊരു തോന്നല്. തൗബയുടെ വാക്കുകൾ കേട്ടാൽ തന്നെ അതിൽ റബ്ബിന്റെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ കൊച്ചായി കരഞ്ഞ് കരഞ്ഞു പറയണം. പദങ്ങളിൽ നല്ല വിനയം വേണം, പദങ്ങളിൽ നല്ല വിനയം വേണം. കിതാബുകളിലൊക്കെ കാണാം, 100 കൊല്ലം ഇബാദത്ത് ചെയ്ത് ഇബാദത്ത് നിന്ന് എഴുന്നേൽക്കാതെ പരമാവധി സമയം ഇബാദത്ത് ചെയ്തൊരു മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഉഗ്ഫിർലി ഇൻ ശിഅ്ത, പടച്ചോനെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു വന്ന ആളാണ്. അങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോ ഒരു മഹാതമ്മാടിയായ മനുഷ്യന് വല്ലാത്ത വേദന തോന്നി. സംഗതി ഞാൻ തമ്മാടിയാണ്, ഇയാള് മഹാ ആബിദുവാണ്, ഇപ്പുറത്തുള്ള ആള്. പക്ഷെ ഇത് കേട്ടപ്പോ വേദന തോന്നിയപ്പം ഇയാൾ പറഞ്ഞു, റബ്ബേ ഞാൻ അങ്ങനെ പറയൂല, സംഗതി ഞാൻ തമ്മാടിയാണ്, അയാൾ ചെയ്തതുപോലെ ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്താളാന്ന് പറയുന്നില്ല, ഞാൻ മഹാപാപിയാണ്, എനിക്ക് പുറത്ത് തന്നേ പറ്റൂ റബ്ബേ, എന്നെ പുറത്തു തന്ന് രക്ഷിക്കണം. അള്ളാഹു ഇയാൾക്ക് പുറത്തു കൊടുത്തു, മറ്റേയാൾക്ക് പുറത്തു കൊടുത്തില്ല. എന്താ കാരണം? ചോദിക്കുന്നിടത്തുള്ള അന്ധരാണ്. അത് നമ്മളോടൊരാളൊരു വിഷയം ചോദിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ചില ആളുകൾ പിരിവിന് പോയാൽ പിരിവ് നല്ലോണം കിട്ടും അല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. സ്ഥാപനത്തിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അനുഭവം ഉണ്ടാവും. ചില ആളുകൾ പോയാൽ നല്ലോണം പിരിവ് കിട്ടും, ചില ആളുകൾ ചെന്നാൽ അത്ര കിട്ടൂല. കാരണം ചോദിക്കും പോലെയാണ് അതിന്റെ മട്ടം, ചോദിക്കും പോലെയാണ്. ശരിക്കും ചോദിക്കാൻ അറിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ, ആചാര്യയുടെ മനസ്സ് കവരുന്ന രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ പിരിവിട്ടും. ഞാൻ ഇപ്പൊ ചോദിച്ചാൽ പിരിവിട്ടുന്നതിനൊരു കണക്കുണ്ടാവും, പക്ഷെ മജൂസ്താ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കണമെന്ന് കാണാം ഇൻഷാ അല്ലാഹ്. കാരണം ചോദിച്ച് ശീലമായാൽ അതെങ്ങനെ ചോദിക്കണം എന്നറിഞ്ഞാൽ, എപ്പോൾ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, വന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. വന്യരായ ഉസ്താദ് അവറുകള് ഈ വിഷയത്തിൽ ഉസ്താദിന് അത് നന്നായി അറിയാം, എല്ലാം അറിയാം, എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇത് നോക്കൂ നിങ്ങൾ, ഇന്ന് മർക്കസ് 40ാം വാർഷികം കൊണ്ടാടാൻ കാത്തു നിൽക്കുമ്പം, ഞാൻ ഇന്നലെ മർക്കസിന്റെ പദ്ധതി പറഞ്ഞു, അതിലേക്ക് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇന്നലെ ഈ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ 5000 രൂപ ആ സംരംഭത്തിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. മർക്കസ് ശരിയത്ത് കോളേജിന്റെ പുനർനിർമ്മാണം, അതുമായിട്ട് ബന്ധപ്പെട്ട് 40 ലക്ഷം രൂപ വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പരമാവധി സഹകരിക്കാൻ പറ്റുന്നവർ സഹകരിക്കണം. സഹോദരിമാരൊക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നാൽ വളരെ സന്തോഷമാണ്. നിങ്ങളെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. സഹോദരന്മാർ ആരെങ്കിലുമൊക്കെ ഒരു 10,000 25,000 ഒക്കെ തരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ
എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നൽകണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, വന്യരായ ഉസ്താദ് 40-ാം വാർഷികം കൊണ്ടാടാൻ കാത്തു നിൽക്കുമ്പം 3000 കോടി രൂപയുടെ ആസ്തിയാണ് മർക്കസിനുള്ളത്. പടുത്ത് കണക്കെടുത്തപ്പം 3000 കോടിയുടെ ആസ്തി. ഇത് മുഴുവൻ ഒരു നാവ് കൊണ്ടുണ്ടായതാണ്. ഒരു നാവ് കൊണ്ട് ഈ ഉമ്മത്തിനുണ്ടാക്കി തന്നതാ. ആ നാവിന്റെ വലിപ്പം എത്രയാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. ഖുർആൻ പറഞ്ഞതല്ലേ, സൂറത്തുൽ ബലദിലില്ലേ, പാവങ്ങളെ കാണാനുള്ള 2 കണ്ണും അതുപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടി അവരെ കാണാൻ പറ്റുന്ന 2 കണ്ണ് മനുഷ്യന് ഞാൻ തന്നില്ലേ. അത് കാണുമ്പോൾ ആരൊക്കെയാ കഷ്ടപ്പെടുന്നതെന്ന് കാണാൻ പറ്റും. എന്നിട്ട് എൻ്റെ പോക്കറ്റിലുണ്ടെങ്കിൽ കഷ്ടപ്പെടുന്നവർക്ക് എടുത്തു കൊടുക്കാം, പോക്കറ്റിലില്ലെങ്കിലോ എൻ്റെ പോക്കറ്റിലില്ല, ഇനി ഞാനൊന്നും അറിയില്ലേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിനാണ് വലിസാനം വശഫതൈൻ, 2 ചുണ്ടും നാവും നിങ്ങൾക്ക് നൽകിയത് സംസാരിക്കാൻ. നിങ്ങളെ കൈവശമില്ലെങ്കിൽ ഉള്ളവനോട് ചോദിച്ചു വാങ്ങിക്കൊടുക്കണം. വലിസാനം വശഫതൈൻ, 2 കണ്ണുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ നോക്കിക്കണ്ട്, നാവ് കൊണ്ട് ചോദിച്ചു വാങ്ങി, ഉള്ളവനോട് ചോദിച്ചു വാങ്ങി ഇല്ലാത്തവന്റെ പോക്കറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ധർമ്മമാണ് വന്യരായ ഉസ്താദ് നിർവഹിക്കുന്നത്. അള്ളാഹു ചോദിച്ചു, ഇങ്ങനെ കണ്ണും നാവും ഒക്കെ തന്നിട്ട് എന്തുകൊണ്ട് ഫലഖ്തഹമൽ അഖബ, മനുഷ്യൻ കടമ്പ കടക്കാൻ എന്തേ തയ്യാറാകാത്തത്? കടമ്പ കടക്കാത്തത് എന്ത്? എന്നിട്ട് ഖുർആൻ തിരിച്ചു ചോദിക്കുന്നു, വമാ അദ്റാക മൽ അഖബ, ഏതാണ് കണ്ണും നാക്കും മൂക്കും ഒക്കെ നൽകി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ബാധ്യത, അവൻ കടന്നു തീർക്കേണ്ട കടമ്പ, അവൻ താണ്ടേണ്ട മലമ്പാത ഏതാണെന്ന് നബിയെ തങ്ങൾക്കറിയോ? ഫക്കു റഖബ ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. പാവപ്പെട്ടവരെ സഹായിക്കണം, കുടുങ്ങിയവരെ രക്ഷിക്കണം, യതീമുകളെ സംരക്ഷിക്കണം, പാവങ്ങളെ സംരക്ഷിക്കണം. വന്യരായ ഉസ്താദ് കണ്ടോ നിങ്ങൾ, ഇത്രയും അധികം ആസ്തി ഈ ഉമ്മത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഉസ്താദിന്റെ വഫാത്തിനു ശേഷം അങ്ങനെ ഒന്ന് ആലോചിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. പടച്ചോനെ, നീ നീണ്ട ആയുസ് തരണേ അല്ലാ, നീണ്ട ആയുസ് കൊടുക്കണേ അല്ലാ, നീണ്ട ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ മക്കൾക്ക് ഓഹരി ചെയ്യാനുള്ളതല്ല, അത് കുടുംബത്തിന് ഓഹരി ചെയ്യാനുള്ളതല്ല, മറിച്ച് ഈ ഉമ്മത്തിനുള്ളതാണത്. എത്രയാ ഉള്ളത്? ഒരുപാടുണ്ട്. അത് ഉസ്താദിന്റെ നാവിന്റെ പവറാണ്. കാരണം ചോദിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. ഞാനിതിങ്ങനെ പറഞ്ഞപ്പോ അങ്ങോട്ട് എത്താൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വരിക, മലപ്പുറം ജില്ലയിൽ ഒരു ആജിയാർ, അദ്ദേഹത്തിന്റെ വീട്ടില് ഉസ്താദ് ഭക്ഷണത്തിനെത്തുന്നു. പരിപാടി അദ്ദേഹത്തിന്റെ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണത്തിനെത്തുമ്പോ, അന്ന് കുറെ മുമ്പാണത്, മർക്കസിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് പെൺമക്കളെ, നിർധനരായ പെൺമക്കളെ കല്യാണം ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അതിലേക്ക് സഹായങ്ങൾ ഉസ്താദ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക പല ഭാഗത്തും. അപ്പൊ അവിടെ എത്തിയപ്പോ അവിടെ നല്ലൊരു ആചാര്യണ്ട്, ഒരു കുട്ടിനെ കെട്ടിക്കാനുള്ളത് അയാൾ തന്നെ വേണമെങ്കിൽ ഒറ്റക്കങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു 2 കുട്ടികളെ കെട്ടിക്കാനുള്ളത് കിട്ടും. അപ്പൊ ആളുകള് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ആചാര്യ നാട്ടിലുണ്ട്, ഇന്ന് സ്റ്റേജിലുണ്ടാകും, ഉസ്താദ് ഒന്ന് ചോദിച്ചാൽ സംഗതി കിട്ടും. ഉസ്താദ് മിണ്ടിയില്ല. ഉസ്താദിന്റെ അടുത്തിരുന്ന് ആചാര്യ സംസാരിച്ചിട്ടും മിണ്ടിയില്ല. അപ്പൊ ഈ പറഞ്ഞവർക്ക് ഒരു സങ്കടം, ഉസ്താദ് എന്താ അത് ചോദിക്കാത്തത്? ചോദിച്ചാൽ കിട്ടുന്ന ഉറപ്പാണല്ലോ. പിന്നെ വണ്ടിയിൽ കയറി ഇയാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ആചാര്യനോട് പറയാം, ഞാൻ ഉസ്താദിന്റെ അടുത്തിരുന്നിട്ട് ഉസ്താദിനെ അങ്ങനെ തോണ്ടി, സംഗതി അതപകേടാണെന്ന് അറിയാം, ഉസ്താദ് മറന്നുപോയതാണെങ്കിലോ വിചാരിച്ചിട്ട് ഇയാളോടൊന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പോഴും ഉസ്താദ് ഒന്നും ചോദിച്ചില്ല.
അവിടെ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് ഉസ്താദ് ഭക്ഷണമൊക്കെ കഴിച്ച് നിർത്തിയപ്പം ഈ വീട്ടിലെ മുതലാളി, ഈ ആചാര്യൻ, ഒരു കുത്തു ചോറെടുത്തിട്ട് ഉസ്താദിന്റെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നീട്ടി ഒരു കോരി ചോറെടുത്ത് ഉസ്താദ് കൈക്കിങ് പിടിച്ചു. ആചാര്യയുടെ കൈക്കിങ് പിടിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, വേണ്ട, ഞാൻ അത്യാവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്, നിങ്ങളെ ഭക്ഷണം ഞാൻ നന്നായി കഴിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് ഭക്ഷണം ആവശ്യമില്ല. അപ്പൊ പറഞ്ഞു, ഉസ്താദേ, ഇതുവരെ ഉസ്താദ് സ്വന്തം ഇഷ്ടത്തിന് തിന്നു, ഇത് എന്റെ ഇഷ്ടത്തിന് ഇതും കൂടെ അങ്ങ് തിന്നണം. അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്കും വേണ്ടി അങ്ങനെ ഞാൻ തിന്നണമെങ്കിൽ ഒരു 4 കുട്ടികളെ കെട്ടിക്കാനുള്ള പൈസ നിങ്ങൾ തരണം. ഈ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടാ പറഞ്ഞത്. ഇയാൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോ അങ്ങനെ കുട്ടികളെ കെട്ടിച്ചിട്ട് എന്റെ ചോറുന്നുണ്ടെന്ന് ഇയാൾ പറയോ? പറയൂല. ശൈഖുനയോട് എന്തായാലും അത് പറയൂല. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ ഓക്കെ, അത് ഞാൻ റെഡിയാണ്, ഇതാ നിങ്ങളിത് തിന്നണം. ഞാൻ പറഞ്ഞത് എപ്പോൾ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എപ്പോഴെങ്കിലും ചോദിക്കും പോലെയല്ല, ചില സമയങ്ങളിൽ ചോദിച്ചാൽ റബ്ബ് വല്ലാതെ തരും. അതുകൊണ്ടാണ് അർദ്ധരാത്രിക്ക് പ്രാധാന്യം കൂടിയത്. അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം നമിച്ച നിസ്കാരത്തിന്റെ ശേഷം പ്രാധാന്യം കൂടിയത്, അർദ്ധരാത്രിയിൽ പ്രാധാന്യം കൂടിയത്. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പം ഒറ്റയ്ക്കിരുന്ന് ചോദിക്കുന്നവരുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ പ്രാധാന്യം കൂടാൻ കാരണം അതാണ്. തിരുനബിയുടെ ഹളറത്തിൽ വെച്ച് ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ പ്രതീക്ഷയുള്ളത് അതുകൊണ്ടാ. ഇങ്ങനെ പലതുണ്ട്. എവിടുന്ന് ചോദിക്കുന്നു, എങ്ങനെ ചോദിക്കുന്നു എന്നത് പ്രസക്തമാണ്. അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെ ചോദിക്കുന്നു എന്നത് പ്രസക്തമാണല്ലേ. അതിനൊരു ഉദാഹരണമാ പറയുന്നത്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാൻ, ബൈനമാ അന അത്തൂഫു ബിൽ ബൈത്ത്, ഞാൻ കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പം വഇലാ ജാനിബി അഅറാബിയുൻ, എന്റെ ചാരത്തൊരു അഅറാബിയുണ്ട്. വഹുവ സാകിത്, അയാൾ ഒന്നും മിണ്ടുന്നില്ല, സങ്കടത്തോടുകൂടെ തവാഫ് ഇങ്ങനെ ചെയ്യാണ്. എന്റെ ചാര നിന്ന് എന്നോടൊപ്പം അയാളും തവാഫ് ചെയ്യുന്നു. ഫലമ്മ അതമ്മ തവാഫഹു, തവാഫ് പൂർത്തീകരിച്ചപ്പോൾ ജാഅ ഇലൽ മഖാം, ഇബ്രാഹിം മഖാമിലേക്ക് വന്നു ആ മനുഷ്യൻ. സുഫിയാൻ ഇബ്നു ഉയൈന കാണുകയാണ്, അതുവരെ അയാളൊന്നും മിണ്ടിയിട്ടില്ല. അതാ തവാഫ് ചെയ്തിങ്ങനെ നടന്നിട്ട് പിന്നീട് തവാഫ് കഴിഞ്ഞിട്ട് ഇബ്രാഹിം മഖാമിൽ വന്നു. ഫസല്ലാ റക്അതൈൻ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ വെച്ച് നിസ്കരിച്ചു. എന്നിട്ട് പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് സുമ്മ ജാഅ ഫഖാമ ബിഹിദാഇൽ ബൈത്ത്, കഅബാലയത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. പടച്ചോന്റെ വീട്ടിന്റെ മുറ്റത്തായെത്തിയത് കണ്ടാ. എന്തുകൊണ്ടാ? മത്താഫിൽ നിന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടെന്ന് പറയാൻ കാരണം, കഅബാലയം പടച്ചോന്റെ വീടാണ് അല്ലേ, അള്ളാഹുവിന്റെ വീടായി അതിന്റെ പ്രതീകമായി അള്ളാഹു തീരുമാനിച്ച, അല്ലാതെ അള്ളാഹു കഅബത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണെന്നല്ല, അള്ളാഹുവിന്റെ വീട് എന്ന സ്ഥാനം നൽകിയതാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ റോട്ടിൽ നിന്ന് നിങ്ങളോട് മാപ്പ് ചോദിച്ചാൽ നിങ്ങൾ കൊടുത്തില്ലെന്ന് വന്നേക്കാം, ഓഫീസിൽ വന്ന് മാപ്പ് ചോദിച്ചാൽ കൊടുത്തില്ലെന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ ഉമ്മരത്തേക്ക് നിങ്ങളോട് മാപ്പ് ചോദിച്ച് കടന്നു വന്ന് നിങ്ങളെ കാല് പിടിക്കുന്ന മനുഷ്യനെ നിങ്ങൾ തട്ടിമാറ്റുമോ? അയാളോട് നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയോ? അയാളെ നിങ്ങൾ പടിയിറക്കി വിടുവോ? വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനല്ല. വിടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മനുഷ്യനല്ല. അവനാന്റെ ഉമ്മരത്തുന്നുണ്ടോ ആട്ടല്? അത് മാന്യന്മാർക്ക് ചേർന്ന പണിയല്ല. ചിലപ്പോ മഹാദുൽമ ചെയ്തോലൊക്കെ പൊരേ വന്ന് മാപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ കുടുങ്ങും, കൊടുക്കാതിരിക്കാൻ കുടുങ്ങും. പിന്നെ നമ്മൾ വേറുള്ളവരോട് പറയുമോ, പൊരേക്ക് വന്നതുകൊണ്ട് മാത്രം കൊടുത്ത, പുറത്തുനിന്നാണെങ്കിൽ ഞാൻ പണിയണ്ടിനി. ഇതാ മാന്യന്മാരുടെ ലക്ഷണ. അപ്പൊ അക്രമുൽ-അക്രമീനായ റബ്ബ് അവന്റെ ഉമ്മരത്ത് നിന്ന് നമ്മൾ ആട്ടുവോ? ആട്ടൂല. അപ്പൊ അള്ളാഹുവിന്റെ ഉമ്മരത്ത് നിന്ന് ഈ അഅറാബി ചോദിക്കുന്ന വാക്കുകൾ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇയാള് പറയാണ്, എന്താണ് പറയുന്നത്? നല്ല ഹൃദയത്തിൽ തട്ടുന്ന വരികൾ, ഏതാനും ചില വരികൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. അദ്ദേഹം നടത്തിയ തൗബയുടെ വാക്കുകൾ.
ഇലാഹി മൻ ഔലാ ബിസ്സലലി വത്തഖ്സീരി മിന്നി. എന്താ ഈ വാക്കുകൾ? വല്ലാത്ത വാക്കുകളാട്ടോ, ഹൃദയം പിളർക്കുന്ന വാക്കുകളാണ്. ഇലാഹി മൻ ഔലാ ബിസ്സലലി വത്തഖ്സീരി മിന്നി. ഞാൻ അതിന്റെ ആശയങ്ങൾ ഇങ്ങനെ പറയാം. പടച്ചോനെ, എന്നേക്കാൾ വീഴ്ചയും എന്നെക്കാൾ കുറ്റവും ചെയ്ത ഒരാളിന് ഉണ്ടാവോ പടച്ചോനെ? ആരുണ്ട് അങ്ങനെ ഒരാള്? എന്നെക്കാൾ വലിയൊരു തമ്മാടി ഉണ്ടോ? ചോദിക്കണ കോലം. വഖദ് ഖലഖ്തനീ ളഈഫാ. എന്തുകൊണ്ട് ഇങ്ങനെ തമ്മാടിയായി എന്ന് റബ്ബേ നീ ചോദിക്കരുതേ. നീ എന്നെ ദുർബലനായിട്ടാ പടച്ചത്. മാനുഷിക ചാബല്യം, വീക്ക്നെസ്സിന് അടിമപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ തെറ്റുകളൊക്കെ ചെയ്തത്. സംഗതി ഞാൻ മഹാതമ്മാടിയായി പോയി. കാരണം നീ എന്നെ ലൈഫായിട്ടല്ലേ പടച്ചോനെ പഠിച്ചത്. കരുത്ത് കുറവാ. കരുത്ത് പലപ്പോഴും പൊട്ടിപ്പോയി, വ്യഭിചരിച്ചു പോയി, കട്ടുപോയി, കുടിച്ചുപോയി. വമൻ ഔലാ ബിൽഅഫ്വി അന്നീ മിൻക. എന്നേക്കാൾ തെറ്റു ചെയ്ത ഒരു പഹയൻ വേറെ ഇല്ല. പക്ഷേ എനിക്ക് പുറത്തു തരാൻ പറ്റിയ ഏറ്റവും നല്ല ആള് നിന്നെക്കാൾ വേറൊരാളുണ്ടോ റബ്ബേ? ഞാൻ മഹാതമ്മാടിയാണെങ്കിലും എനിക്ക് പുറത്തു തരാൻ നിന്നേക്കാൾ വലിയൊരാളെ ഞാൻ കാണുന്നില്ല. وعلمك في سابق وقضاؤك بي محيط أطعتك بإذنك والمنة لك وعصيتك بعلمك والحجة لك فأسألك بوجوب حجتك علي وانقطاع حجتي وفقري إليك وغناك عني. അവസാനം പറഞ്ഞത് ഒറ്റ വാക്ക്. പക്ഷേ അത് പറയാൻ ഇല്ലാമാ ഗഫർതലി, നീ എനിക്ക് പുറത്തു തന്നേ പറ്റൂ. ശാഠ്യം പിടിക്കുകയാണ്. പക്ഷെ അതിന്റെ മുമ്പ് പറഞ്ഞ വാക്ക് കണ്ടോ നിങ്ങൾ? ഇതൊക്കെ പറഞ്ഞു. എന്നെ പോലെ ഒരു തമ്മാടിയില്ല, പക്ഷേ നിന്നെ പോലെ പൊറുക്കുന്നവനുമില്ല. വഇൽമുക ഫിയ സാബിഖ്, എന്നെപ്പറ്റി നിനക്കെല്ലാം നേരത്തെ തന്നെ അറിയാം. നിന്റെ തീരുമാനം എന്നിലത് നടപ്പാകുന്നതാണ്. റബ്ബേ, ഞാൻ വല്ലപ്പോഴും നിസ്കരിക്കേ നോമ്പുൽക്കേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തഴുത്തുക ബിഇദ്നിക്, അത് നിന്റെ സമ്മതമല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല. നിസ്കരിക്കാനും നോമ്പുൽക്കാനും ഖുർആൻ ഓതാനൊക്കെ നീ ആഫിയത്ത് തന്നതുകൊണ്ടല്ലേ. ഒരൽഹംദുലില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയാൻ ഖുവത്ത് തന്നതിന് വീണ്ടും ഞാൻ അൽഹംദുലില്ല പറയണ്ടേ? വഅതഅതുക ബിഇദ്നിക ഫൽമിന്നതു ലക്, ഞാൻ നിന്റെ ഉദകലോട് കൂടെ മാത്രമേ നിന്നെ ആരാധിച്ചിട്ടുള്ളൂ റബ്ബേ. വൽമിന്നതു ലക്, അതുകൊണ്ട് അതിൽ വല്ലതും അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് നിനക്കാ. എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. ഞാൻ നിസ്കാരക്കാരനാ നോമ്പുകാരനാന്നൊന്നും പറയാനില്ല. കാരണം അതിനൊക്കെ വല്ലതും അവകാശം, ഞാൻ ഒരു വക്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും അവകാശപ്പെടാനുള്ളത് നിനക്കാ. എടാ, നിനക്ക് നിസ്കരിക്കാൻ ഞാൻ സ്വാക്കത്ത് തന്നില്ലേ എന്ന് നീയാ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഞാൻ വണ്ണം വെക്കുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു ജീവിതത്തിൽ. ആ ചെയ്തതൊക്കെ നിന്റെ അറിവോടെയാണ് എന്ന് പറഞ്ഞാൽ നിന്നെ ഒളിപ്പിച്ച് വെച്ച് എനിക്കൊരു ചെറിയ പാപം പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നീ അറിഞ്ഞിട്ടുണ്ടല്ല. അതുകൊണ്ട് വൽ ഹുജ്ജതു ലക്, തെളിവ് നിനക്ക് അനുകൂലമാണ്. ഞാൻ മറച്ചേക്കാൻ നോക്കിയിട്ട് കാര്യമല്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം ഒക്കെ നീ ലൈവായി കാണുമായിരുന്നു, അറിയായിരുന്നു. അതുകൊണ്ട് തെളിവ് നിനക്ക് അനുകൂലമാണ്, എനിക്ക് അനുകൂലമല്ല. فأسألك بحجتك بوجوب حجتك علي وانقطاع حجتي. തെളിവ് എനിക്ക് പ്രതികൂലമാണ്, തെളിവ് നിനക്ക് അനുകൂലമാണ് എന്ന സത്യം മുമ്പിൽ വെച്ചുകൊണ്ട് റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഫഖരി ഇലൈക വഗിനാക അന്നി, നിനക്ക് എന്റെ നക്കാബിത്ത കിട്ടിയിട്ട് വേണ്ട, എനിക്ക് നിന്റെ ഒത്താശയില്ലാതെ ജീവിക്കാനും പറ്റില്ല. വഫഖരി ഇലൈക വഗിനാക അന്നി എന്നതുകൊണ്ട് ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇല്ലാ മാ ഗഫർതലി, ഈ പാവത്തോട് പൊറുക്കണേ. സുബ്ഹാനല്ലാഹ്. ഖാല സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാൻ, ഇയാളുടെ ഈ തൗബയുടെ വാചകങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ ഇയാൾ പടച്ചോന്റെ ഉമ്മരത്ത് വന്ന്, പടച്ചോന്റെ മുറ്റത്ത് വന്ന് ഇങ്ങനെ കൊച്ചായി പറയുന്ന വിനയാന്വിതമായ വാചകങ്ങൾ കേട്ടപ്പം ഫഫരിഹ്തു ഫറഹൻ മാ ഇലമു മതാ ഫരിഹ്തു മിസ്ലഹു. ഇങ്ങനെ
ഈ മനുഷ്യൻ പറയുന്ന ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ സന്തോഷിച്ചത് എനിക്കറിയൂല. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാ. അപ്പൊ ശരിക്കും റബ്ബിന്റെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ കൊച്ചായിട്ട് ചോദിക്കണം. റബ്ബിനോട് അങ്ങനെ തന്നെ പറയണം. നോക്കൂ നിങ്ങൾ, സഈദ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അല്ലാഹു തആല ബനൂ ഇസ്രായീലിലെ നബിമാരിൽ ഒരു നബിയിലേക്ക് വഹി അറിയിച്ചു. അടുത്തൊരു അദാബ് നിങ്ങളെ ഖൗമിൽ ഇറങ്ങാൻ പോകുകയാണ്, വേഗം ദുആ ചെയ്ത് വേണമെങ്കിൽ അത് തട്ടിമാറ്റാം എന്ന് പറഞ്ഞു. ഫദക്കറ ദാലിക നബിയ്യു ലിഖൗമിഹി. ആ വിവരം ആ നബി തന്റെ ഖൗമിനെ വിളിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും മൈതാനത്തേക്ക് പുറപ്പെടണം. പരമാവധി തഖ്വ ഉള്ള ആളുകളൊക്കെ എന്തായാലും മൈതാനത്തിലേക്ക് വരണം. എന്നിട്ടൊന്ന് തൗബയുടെ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. വഅമറഹും അൻ യുഖ്രിജൂ അഫാളിലഹും ഫയതൂബു. അങ്ങനെ തൗബയുടെ സദസ്സ് ഒരുക്കി എല്ലാവരും വന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്ന ഈ തൗബയോടുകൂടെ ഉസ്താദ് നമുക്ക് തൗബ ചൊല്ലിത്തന്ന് നമ്മൾ ദുആ ചെയ്യുന്നതോടുകൂടെ അള്ളാഹു ഉമ്മ പറ്റ കുട്ടികളെ പോലെ ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ തിരിച്ചു പോകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടതിന്റെ ശേഷം ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനികളെ ഈ നബി ഇങ്ങ് വിളിച്ചു. അവർ വളരെ പ്രധാനപ്പെട്ട 3 ആലിമീങ്ങൾ സമൂഹത്തിലുള്ള ഉമ്മത്തിലുള്ള. അവരെ വിളിച്ചപ്പോൾ അവർ മുന്നോട്ട് വന്നു. അവർ മുന്നോട്ട് വന്നിട്ട് അതിലൊരാൾ പറഞ്ഞു അല്ലാഹുമ്മ ഇന്നക അമർതനാ ഫിത്തൗറാത്തില്ലത്തി ഉൻസിലത് അലാ അബ്ദിക മൂസാ അല്ലാ നറുദ്ദ സുആല ഇദാ ഖാമൂ ബി അബ്വാബിനാ. പടച്ചോനെ, മൂസ നബിക്ക് ഇറക്കിയ തൗറാത്തിലൂടെ നീ ഞങ്ങളോട് കൽപ്പിച്ച ഒരു സത്യമുണ്ട്. എന്താണത്? അല്ലാ നറുദ്ദ സുആല ഇദാ ഖാമൂ ബി അബ്വാബിനാ. യാചകർ ഞങ്ങളെ വാതിൽക്കൽ വന്ന് ഞങ്ങളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ തിരിച്ചയക്കരുത്. അത് മാന്യതക്ക് ചേർന്നതല്ല എന്ന് തൗറാത്തിലുണ്ട്. വ ഇന്നാ സുആലും മിൻ സുആലിക്. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് യാചിക്കുന്ന യാചകരാണ്. ബിബാബിൻ മിൻ അബ്വാബിക്. നിന്റെ മുമ്പിലാ വന്നിരിക്കുന്നത്. ഫലാ തറുദ്ദ മൻ സഅലക്. നിന്നോട് ചോദിക്കുന്ന ഞങ്ങളെ നീ തട്ടരുത് റബ്ബേ. ഒരു ആലിമിന്റെ പ്രതികരണം. അപ്പം വഖാല സാനി, രണ്ടാമത്തെ ആൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അമർതനാ ഫി തൗറാത്തില്ലത്തി ഉൻസിലത് അലാ അബ്ദിക മൂസാ അൻ നഅഫുവ അമ്മൻ ളലമനാ. മൂസ നബിക്ക് ഇറക്കിയ തൗറാത്തിൽ ഇത് മാത്രമല്ലല്ലോ പടച്ചോനെ ഉള്ളത്. മൂസ നബിക്ക് ഇറക്കിയ തൗറാത്തിൽ ഞങ്ങളോട് നീ വേറെയും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താ? അൻ നഅഫുവ അൻ ളലമനാ. ഞങ്ങളോട് ദ്രോഹം ചെയ്തവർക്ക് ഞങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ദ്രോഹം ചെയ്തവർക്ക് ഞങ്ങൾ മാപ്പ് തരണം. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ദ്രോഹം ചെയ്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഅഫു അന്നാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. നീ ഞങ്ങളോട് കൽപ്പിച്ചത് നീ ആദ്യം ചെയ്യണമല്ലോ, പടച്ചവനോട് പറയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം. മൂന്നാമത്തെ ആള് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അമർതനാ ഫി തൗറാത്തില്ലത്തി ഉൻസിലത് അലാ അബ്ദിക മൂസാ. നിന്റെ അടിമയായ മൂസ നബിക്ക് നീ അവതരിപ്പിച്ച തൗറാത്തിലൂടെ നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലാഹ്, അൻഉതിഖാരിഖാന, ഞങ്ങളുടെ അടിമകളെ മോചിപ്പിക്കണം എന്ന്. ഞങ്ങളെ അടിമകളെ അടിമമോചനം വലിയ കൂലിയുള്ള കാര്യമാണ്. അടിമകളെ അടിമച്ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വ ഇന്ന അബീദുക് വ അരിഖാഉക്. ഞങ്ങൾ നിന്റെ അടിമകളാണ്, ഞങ്ങൾ നിന്റെ അടിയാറുകളാണ്. പടച്ചോനെ, അടിയാന്മാരാണ്, അടിയാത്തികളാണ്. ഫൗജിബ് ലനാ ഇത്ഖന. ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിച്ചു തന്നേ പറ്റൂ. നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിച്ചു തന്നേ പറ്റൂ. ഫഔഹല്ലാഹു ഇലൻ നബിയ്യി അന്നഹു ഖദ് ഖബില മിൻഹും. ഉടനെ തന്നെ അല്ലാഹു തആല നബിക്ക് വഹ്യ് കൊടുത്തു. അല്ലാഹു തആല ഇവരെ മൊത്തം സ്വീകരിച്ചിരിക്കുന്നു. കാരണം ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു, ചെറുതാകേണ്ടതുപോലെ ചെറുതായി. വണ്ണം വെച്ചല്ല ചോദിക്കേണ്ടത്, ചെറുതായി ചോദിക്കണം, കൊച്ചായി ചോദിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ സംഭവങ്ങളൊക്കെ
ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബു തൗബയിൽ ഉദ്ധരിച്ച ഭാഗങ്ങളാണ് ഞാൻ ഈ വായിച്ചതൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശരിക്ക് ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. തൗബ ചെയ്യാതെ പോയാലേ ഖൽബിന് ശീല് വെച്ചു പോകും. ഖൽബിന് ശീല് വെച്ചാൽ പിന്നെ അത് തുറക്കാൻ കഴിയൂല. ശീല് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ബഹുമാനപ്പെട്ട താബിഈ പണ്ഡിതൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ ഉമ്മത്തിനോട് ഇങ്ങനെ വഅദ് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ ഖൽബു ഹാദാ. മുജാഹിദ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിനോട് ക്ലാസ് എടുക്കുക. അപ്പൊ പറഞ്ഞു, അൽ ഖൽബു ഹാദാ, ഇതാണ് നിങ്ങളുടെ ഹൃദയം, ഇതാണ് നിങ്ങളുടെ ഹൃദയം, ഇതാണ് നിങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞിട്ട് അവിടത്തെ കൈ ഇങ്ങനെ പരത്തിപ്പിടിച്ചു. ഇതാണ് നിങ്ങളുടെ ഹൃദയം. എന്നിട്ട് കൈ ഇങ്ങനെ ഉള്ളം കൈപ്പത്തി വിരിച്ച് പിടിച്ചു, പരത്തി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഇദാ അദ്നബർ റജുലു ദംബ, മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ ഖാല ഹകദാ ഫഅഖദ വാഹിദൻ. ഇതാണ് നിങ്ങളുടെ ഹൃദയം, വിശാലമായ ഹൃദയം, സുന്ദരമായ ഹൃദയം. മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്നതോടുകൂടെ ആ മുജാഹിദ് റളിയല്ലാഹു അൻഹു ഒരു വിരലിങ്ങ് മടക്കി, ഫഅഖദ വാഹിദൻ, ഒരു വിരലിങ്ങോട്ട് മടക്കി. ഹൃദയത്തിന്റെ വിശാലത ഇത്രയും അങ്ങ് കുറയും. ഒരു തെറ്റ് ചെയ്യുന്നതോടുകൂടി അത്രയും അങ്ങ് കുറയും. വീണ്ടും ചെയ്താൽ പിന്നെ എത്രയേ ഉണ്ടാവുള്ളൂ ഹൃദയം. വീണ്ടും തെറ്റ് ചെയ്താൽ സുമ്മ സലാസ സുമ്മ അർബഅ സുമ്മ റദ്ദൽ ഇബ്ഹാമ അലൽ അസാബിഅ, മടക്കി പിടിച്ച 4 വിരലുകളിലേക്ക് അവസാനം ഒറ്റ ഒന്ന് ബാക്കിയുണ്ട്. ആ തള്ള വിരലും കൂടെ അങ്ങ് മടക്കി 5ാമത്തെ പാപവും ചെയ്തിട്ട് തൗബ ചെയ്തില്ലെങ്കിൽ ഹൃദയത്തിൽ ഇപ്പഹയഞ്ഞ് നന്നാകൂല എന്ന് പറഞ്ഞിട്ടൊരു ശീലടിയുണ്ട്. ആ മുദ്ര വെക്കൽ അങ്ങ് വെച്ചാൽ പിന്നെ രക്ഷപ്പെടൂലട്ടോ. എന്നിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യുക്കും യറാ അന്നഹു ലം യുത്ബഅ അലാ ഖൽബിഹി, ഖൽബിന്റെ മേൽ ശീല് വീണിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? 5 പാപം ചെയ്യുന്നതിന്റെ മുമ്പ് ഞാൻ തൗബ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ എന്റെ കൂട്ടത്തിൽ എന്നാ ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്തി തരട്ടെ. വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിക്കാനാണത്. തെറ്റു ചെയ്താൽ ഉടനെ തൗബ ചെയ്യണമെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ ആ ഭാഗമൊക്കെയും ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബലാ. കഴിഞ്ഞതും കൂടെ പറഞ്ഞിട്ട് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് ചർച്ച വരികയാണ്. ബാക്കി ഭാഗം കൂടെ ചർച്ച ചെയ്തിട്ട് 12 മണിക്ക് കൃത്യം വേദി മജീദ് ഉസ്താദിന് ഒഴിഞ്ഞു കൊടുക്കും. പാപത്തെ തൊട്ട് തൗബ ചെയ്ത മനുഷ്യൻ പാപമുക്തനെ പോലെയാണ്. പിന്നെ അയാൾക്ക് പാപല്ല, തീരെ തെറ്റ് ചെയ്യാത്ത ഇപ്പൊ പ്രസവിച്ച കുട്ടിയെ പോലെയാണോ? ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ജീവിതം മുഴുവൻ കുടിച്ച് മൂത്രിച്ച് നടന്ന മനുഷ്യൻ പെട്ടെന്ന് നന്നായ കഥ. ഒറ്റ ദിവസം കൊണ്ട് നന്നായി. ആ ദിവസം തന്നെ അയാൾ മരിച്ചും ചെയ്തു. അയാൾ എത്ര ഭാഗ്യവാനാ? ഇന്നലെ പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബല. ഈ തൗബയുടെ മഹത്വം എത്രത്തോളം വലുതാണെന്നറിയാം നിങ്ങൾ. തൗബ ചെയ്ത മനുഷ്യൻ അള്ളാന്റെ അടുത്തുള്ള സ്ഥാനം അത് വല്ലാത്ത ഒരു സ്ഥാനം തന്നെയാ. കേട്ടോളൂ, ഒരൊറ്റ സംഭവവും കൂടെ പറയാം. ബക്റുബ്നു അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു, ബക്റുബ്നു അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്നു അബി ദുനിയയുടെ കിതാബിലുള്ള ഒരു കിതാബ് തൗബയിലുള്ള ഒരു സംഭവം. ബക്റുബ്നു അബ്ദുല്ലാഹിൽ മുസനി മഹാനവറുകള് പറയാണ്, ഒരു കശാപ്പുകാരൻ ഉണ്ടായിരുന്നു, അറവും പണിക്കാരൻ.
കശാപ്പുകാരൻ. അയാളുടെ അയൽപക്കത്തുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ മതിച്ചുപോയി. അവളെ ഒന്ന് സ്വന്തമാക്കണം. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സ്വന്തമാക്കണം എന്ന ഒരു തീരുമാനം അയാൾ എടുത്തു. വല്ലാതെ അവളെ സ്നേഹിച്ചു പോയി. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടിനെ ഈ വീട്ടുകാരെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് വിട്ടു. അർസലഹാ അഹ്ലുഹാ ഇലാ ഹാജത്തിൻ ലഹും. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് വിട്ടു. ആളൊഴിഞ്ഞ സ്ഥലത്തുകൂടെ നടക്കണം. ഈ പറഞ്ഞു വിടുന്ന സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് വിജനമായ സ്ഥലത്തിലൂടെ. ഇത് കണ്ട കശാപ്പുകാരൻ ഫതബിയഹ, ഇവളെ ഫോളോ ചെയ്തു. കാരണം കുറച്ചടുത്ത് ചെന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തും. അവിടെ വെച്ചിട്ട് ഇവളെ കയറി പിടിക്കാന്ന് കരുതി പോയതാണ്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ശരീരം അവൻ ആവശ്യപ്പെട്ടു. നിന്റെ ശരീരത്തിന് വേണ്ടി കൊതിച്ച് ദാഹിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എനിക്കിത് സമർപ്പിക്കണം, ഇവിടെ ആരും കാണൂല, വിജനമായ മരുഭൂമി, നമുക്കിവിടെ ഒന്ന് സ്നേഹം പങ്കിടാം എന്ന് പറഞ്ഞപ്പം ആ പെൺകുട്ടി പറഞ്ഞ ബുദ്ധിപരമായ മറുപടി ഒന്ന് കേട്ടോളൂ. ലാ തഫ്അൽ ലഅന അശദ്ദു ഹുബ്ബൻ ലക മിൻകലി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കരുത്, അതിക്രമം കാണിക്കരുത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. സത്യം പറയട്ടെ, നിങ്ങൾക്ക് എന്നോടുള്ളതിനേക്കാൾ സ്നേഹം എനിക്ക് നിങ്ങളോട് തിരിച്ചുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ വലാകിന്നനി അഖാഫുല്ലാഹ്, സംഗതി സ്നേഹമുണ്ട്. ഒന്ന് സ്നേഹം പങ്കിടാൻ എനിക്കും മജ്ജയും മാംസവും താല്പര്യവും കൊതിയും വിചാരവും വികാരവും ഒക്കെയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? റബ്ബ് നിരോധിച്ചില്ലേ, റബ്ബ് വിലക്കിയില്ലേ, ഇനി ചെയ്യാൻ വയ്യല്ലോ. റബ്ബ് വിലക്കിയത് കൊണ്ട് അത് ചെയ്യാൻ വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. എനിക്ക് റബ്ബിനെ പേടിയുള്ളത് കൊണ്ട് മാത്രം എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോഴാണ് ഇയാളുടെ മനസ്സങ്ങോട്ട് കുലുങ്ങണത്. കണ്ടങ്ങള്, എപ്പോഴാ മനുഷ്യൻ നന്നാവുക എന്ന് പറയാൻ പറ്റൂല. ഇയാൾ ചോദിച്ചു, നീ ആ പടച്ചോനെ പേടിക്കുകയും ഞാൻ ആ പടച്ചോനെ പേടിക്കാതിരിക്കുകയും ചെയ്യേ. മോളെ, നിന്നെ എങ്ങനെയും വേണമെങ്കിൽ കയറി പിടിക്കാനും ഒതുക്കാനും ബലാത്കാരം ചെയ്യാനും എനിക്ക് കഴിയും. പക്ഷേ ആ റബ്ബിനെ, എന്നെയും നിന്നെയും ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിനെ പേടിച്ചത് കൊണ്ട് മാത്രം മോളെ ഞാൻ വെറുതെ വിടുന്നു. മോള് പൊയ്ക്കോ, നിന്റെ മാർഗത്തിലേക്ക് പൊയ്ക്കോ. അയാൾ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങി വരുന്ന വഴിയിൽ നടന്നു ഫഅസാബഹുൽ അതശു, അയാൾക്ക് കലശലായ ദാഹം വന്നു. ഹത്താ കാദ യൻഖതിഉ ഉനുഖു, ദാഹം വന്നു, അയാളുടെ കഴുത്തൊടിയാറായി എന്ന് പറഞ്ഞാൽ ആകെ തകരാറായി. ആള് കലശലായ ദാഹം വന്ന് മരിക്കാറായി എന്നർത്ഥം. ആ സമയത്താണ് അയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഫഇദാ ഹുവ ബിറസൂലിൻ ലിബഅദി അംബിയാഇ ബനീ ഇസ്രായീൽ. ഈ സംഭവം ബനു ഇസ്രായേലിൽ നടന്ന സംഭവമാണ്. ബനു ഇസ്രായേലിൽ ഒരേ സമയത്ത് തന്നെ ആയിരക്കണക്കിന് നബിമാരുണ്ടായിരുന്നു. ഏതോ ഒരു നബിയുടെ ഒരു ശിഷ്യൻ അതുവഴി ഇങ്ങനെ വന്നു. ഒരു മഹാൻ, ഒരു വലിയ മനുഷ്യൻ ആ വഴി ഇങ്ങനെ വന്നു, ഒരു നബിയുടെ ശിഷ്യനാ. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഇയാളിങ്ങനെ നാവ് നീട്ടുക ദാഹിച്ചിട്ട്, ഒരു മുറുക്ക് വെള്ളം എവിടുന്നെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ, മരുഭൂമിയിലാണ്, ഒരു നിർവാഹമില്ല. ഇയാളോട് ചോദിച്ചു, മാലക് നിനക്കെന്താ? അപ്പൊ പറഞ്ഞു, അൽ അത്വശ്, വല്ലാത്ത ദാഹം, വെയിൽ കൊള്ളാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തആൽ ഹത്താ നദഉ അല്ലാഹ ഹത്താ തുളില്ലനാ സഹാബത്തുൻ ഹത്താ നദ്ഖുലൽ ഖർയ. നിങ്ങളെ നാട്ടിലെത്തുന്നത് വരെ മേഘം കുട പിടിച്ച് നമ്മുടെ മേലെങ്ങനെ നീങ്ങും.
നമുക്ക് തണലിട്ട് തന്ന് നമ്മളൊപ്പം അങ്ങനെ പോന്നോളും. റബ്ബിനോടൊന്ന് ദ്വാരക്കുക, മേഘം തണലിട്ട് തരാൻ. മേഘം തണലിട്ട് തന്നാൽ പിന്നെ നമുക്ക് ദാഹിക്കൂല, വെയിൽ കൊള്ളൂല. മേഘം കുട പിടിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളെ നാട്ടിലെത്തുന്നത് വരെ നമ്മൾ ദ്വാരക്കുക എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾ പറഞ്ഞു, മാലി മിൻ അമലിൻ ഫാദുഉ, ദ്വാരക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമല് ചെയ്യണ്ടേ. ഇയാളിപ്പോ ചെയ്ത് പോയി വരുന്നത് വേറൊരു സംഗതി എന്നാണല്ലോ. ഇയാളിപ്പോ വളരെ മോശപ്പെട്ട ഒരു സംഗതിക്ക് പോയിട്ട് അവിടെ നിന്നല്ലേ വരുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തോലും ദ്വാരന്നെങ്കിലല്ലേ ഉത്തരം കിട്ടുള്ളൂ. ഞാൻ ദ്വാരന്നിട്ട് ഇപ്പൊ തൽക്കാലം അത് കിട്ടൂല. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, എന്റെ കൈവശം ദുആ ചെയ്യാൻ, തവസ്സുലാക്കി ദുആ ചെയ്യാൻ പറ്റിയ ഒരു നല്ല അമലും എന്റെ കയ്യിലില്ല. ഈ കശാപ്പുകാരൻ, അറവുകാരൻ. അപ്പോ ഈ നബിയുടെ ശിഷ്യൻ പറഞ്ഞു, ഈ പ്രവാചക ശിഷ്യൻ പറഞ്ഞു, എങ്കിൽ അനാദുഴു, ഞാൻ ദ്വാരന്നോളാം. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടം പോലെ അമലുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ ദ്വാരന്നോളാം. അമ്മിൻ അംത, നിങ്ങൾ ആമീൻ പറയണം. ഞാൻ ദ്വാരക്കങ്ങൾ ആമീൻ പറയാം. അത് ചെയ്യാറ്. അങ്ങനെ റസൂൽ വഅമ്മനഹു, പ്രവാചകനല്ല, പ്രവാചകന്റെ ദൂതനാണ് ഈ റസൂൽ എന്ന് പറഞ്ഞത്. പ്രവാചക ശിഷ്യൻ ദുആ ചെയ്തു, ഇയാൾ ആമീനും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഫഅളല്ലതുഹും സഹാബത്തുൻ ഹത്താ തഹൗ ഇലൽ ഖറിയ. അങ്ങനെ എന്ത് ചെയ്തു? ഇവർക്ക് ശരിക്കും മറയിട്ട് കൊടുത്തുകൊണ്ട്, ഇവർക്ക് മേഘം തണലിട്ട് കൊടുത്ത്, ഇവർക്ക് കുട പിടിച്ച് മേഘം ഇവരുടെ മുകളിൽ ഇങ്ങനെ പോന്നു. ഒരു വലിയ പന്തലിന്റെ ചുവട്ടിൽ അവർ നടക്കും പോലെ, അവർ പോകുന്നിടത്തൊക്കെ ഒരു പന്തലും. തീരെ വെയിലില്ല എന്നർത്ഥം, നല്ല തണലിങ്ങനെ കിട്ടി. അങ്ങനെ കുറെ അങ്ങോട്ട് എത്തി. രണ്ടുപേരും പിരിയണം. ഇനി കശാപ്പുകാരൻ ഇങ്ങോട്ട് പോവുകയാണ്, പ്രവാചക ശിഷ്യൻ ഇങ്ങോട്ടും പോവുകയാണ്. അങ്ങനെ കശാപ്പുകാരൻ അയാളുടെ ഭാഗത്തേക്ക്, അയാളുടെ വീടിന്റെ ഭാഗത്തേക്ക് അങ്ങ് നീങ്ങിയപ്പം അതാ ഈ കുട പിടിച്ച് ഇതുവരെ പോന്ന മേഘമില്ലേ, അത് അയാളുടെ കൂടെ മാത്രം പോകുന്നു, കശാപ്പുകാരന്റെ. അപ്പോൾ ഈ പ്രവാചക ശിഷ്യൻ ചോദിച്ചു, എന്ത്? ഈ മഹാനായ മനുഷ്യൻ ചോദിച്ചു, നീ പറഞ്ഞു നീ ഒരു അമലും ചെയ്തിട്ടില്ല, നിന്റെ വാദം അതായിരുന്നു. ദ്വാരെന്നത് ഞാൻ, നീ ആമീൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ നമുക്ക് മേഘം മേഘം കുട പിടിച്ചു തന്നു. എന്നിട്ട് ഇവിടെ എത്തിയപ്പോ രണ്ടാളും പിരിയുമ്പോ എന്റെ കൂടെ അല്ല മേഘം പോരുന്ന, നിങ്ങളെ കൂടെ മാത്രം പോരുക. ഇത് പകുതിയായിരുന്നെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങളെ കൂടെ മാത്രം പോരാണ്. സത്യമാണ്. നിങ്ങൾ എന്തോ കാര്യപ്പെട്ട ഒരാളാ, അത് പറഞ്ഞു തന്നിട്ടേ വിടുള്ളൂ. ഇയാള് പറഞ്ഞു പടച്ചോനെ, ഞാൻ കാര്യപ്പെട്ട ആളൊന്നും അല്ലേ. ഞാൻ ഇപ്പൊ പോയ സംഗതി എന്താ അറിയ, നിങ്ങള് തുറന്നാണ്ട് പറഞ്ഞുതരാം. ഒരു പെൺകുട്ടിന്റെ പിറകെ പോയതാ. പക്ഷേ അവൾ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് പേടിയായി. ഞാൻ കരഞ്ഞു പടച്ചോനോട് ഇനി അത് ചെയ്യൂലെന്ന് പറഞ്ഞു പോന്നതാ. അപ്പോൾ ഈ പ്രവാചക ശിഷ്യൻ പറഞ്ഞു, ഇതാണ് മുത്തു നബി പറഞ്ഞ ഒരു വാക്ക്. കണ്ടോ നിങ്ങള്, അവരുടെ നബി അവരെ പഠിപ്പിച്ച ഒരു വാക്ക് നമ്മളെ ഹബീബും ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അത്താഇബു ഇലല്ലാഹി ബിമകാനിൻ ലൈസ അഹദും മിനന്നാസി ബിമകാനിഹി. ശരിക്ക് പാപത്തെ തൊട്ട് തൗബ ചെയ്ത മനുഷ്യന് അള്ളാഹുവിന്റെ അടുത്ത് മറ്റാർക്കും ഇല്ലാത്തൊരു സീറ്റ് ഉണ്ട്, തൗബ ചെയ്ത് മടങ്ങിയ മനുഷ്യന്. അപ്പൊ ഇയാൾ ഏറ്റവും ഉയർന്ന ആളായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമ്മൾ ചോദിക്കണം, തൗബ ചെയ്ത് മടങ്ങണം. എങ്കിൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഇന്ന് നമ്മൾ ആ ആയത്ത് പൂർത്തീകരിക്കാം. ഇനി ആയത്ത് പൂർത്തീകരിക്കാം. വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. എന്താണ് നസുഹായ തൗബ ചെയ്ത് മടങ്ങിയാലുള്ള ഗുണം? നിങ്ങളെ അല്ലാഹു താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും.
താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ആ സ്വർഗം? ആറുകൾ ഒഴുകുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ ആറുകളെ? താഴ്ഭാഗത്തിലൂടെ ആറുകൾ ഒഴുകും എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആറുകൾ അവിടെ ഉണ്ട്. മസലുൽ ജന്നത്തില്ലതീ ബുഇദൽ മുത്തഖൂൻ. സൂറത്തു മുഹമ്മദിൽ അല്ലാഹു ഒരുമിച്ച് 4 ആറുകളുടെ കഥ പറയുന്നുണ്ട്. ഒരുമിച്ച് തുടരെയുള്ള ആയത്തില് 4 ആറുകൾ സ്വർഗത്തിന്റെ താഴ്ഭാഗത്തിലൂടെ അങ്ങനെ ഒഴുകിപ്പോകും. മസലുൽ ജന്നത്തില്ലതീ ബുഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅ്മു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫാ. കണ്ടോ? ഒറ്റായത്തിൽ 4 ആറുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. സ്വർഗത്തിലൂടെ ഒഴുകിപ്പോകുന്നത് എന്താ? അൻഹാറുൻ, ആ സ്വർഗത്തിലൂടെ ഒഴുകിപ്പോകും. ഫീഹാ, സ്വർഗത്തിലുണ്ട്. അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, കലക്കില്ലാത്ത ശുദ്ധമായ വെള്ളം. ഗൈരി ആസിൻ, തീരെ കലർപ്പില്ലാത്ത ശുദ്ധമായ വെള്ളം. കലർപ്പില്ലാത്ത ശുദ്ധമായ വെള്ളം അവിടെ ഉണ്ട്. മിൻ മാഇൻ ഗൈരി ആസിൻ, ഭൂമി ലോകത്ത് പലപ്പോഴും അത്ര തെളിഞ്ഞ ശുദ്ധവെള്ളം പലപ്പോഴും കിട്ടില്ല. വല്ല പാറപ്പുറങ്ങളിലൊക്കെ ഉണ്ടാകും നല്ല ശുദ്ധമായ വെള്ളം, അല്ലേ? അല്ലാത്തിടത്തൊക്കെ പലപ്പോഴും കലങ്ങിയ വെള്ളമായിരിക്കും ഭൂമിയിൽ നിന്ന് കിട്ടുക. ഇനിയോ ഒന്നുമില്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് കലക്കിയിട്ടുണ്ടാവും, ആകെ വഷളാക്കിയിട്ടുണ്ടാവും. ഏതാവട്ടെ ഗൈരി ആസിൻ, തീരെ കലക്കില്ലാത്ത നല്ല ശുദ്ധമായ വെള്ളം, വെള്ളി പോലെയുള്ള വെള്ളം ഇങ്ങനെ ഒഴുകും. വെള്ളി പോലെയുള്ള വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നദി, അതിനെക്കുറിച്ചൊക്കെ റസൂലുള്ളാഹി പറയുന്നുണ്ട്. മുകളിൽ ഇങ്ങനെ നോക്കിയാൽ അതിന്റെ താഴ്ഭാഗം ഇങ്ങനെ കാണാം. അങ്ങനെ ഉണ്ടല്ലോ, നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയാൽ താഴെ മത്സ്യങ്ങളൊക്കെ ഓടുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅ്മു. രണ്ടാമത്തേത്, ഒരിക്കലും രുചിഭേദം സംഭവിക്കാത്ത പാലാറുകളുണ്ട് അവിടെ. പാലിന്റെ പുഴകള്, ഒന്ന് ശുദ്ധജലപ്പുഴ, മറ്റൊന്ന് പാലാറ്. അടുത്തുകൂടെ തന്നെ വേറൊരു പാലിന്റെ ആറ് ഇങ്ങനെ ഒഴുകുകയാണ്. ഇഷ്ടംപോലെ പാൽ അതിന്ന് മുക്കി ഇങ്ങനെ കുടിക്കുക. അത് പാലാണ്, ആ പുഴ പാലാ. എന്താ ഇപ്പൊ ഈ പറയണതൊക്കെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്ക് കൊതി വരുന്നില്ലേ സഹോദരങ്ങളെ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ? ഞാൻ അങ്ങനെ ആലോചിക്കുക, ഒരിക്കങ്ങനെ സ്വർഗത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ കൂറ്റമ്പാറ ഉസ്താദ് എപ്പോഴും ഇങ്ങനെ ഫലിതം പറഞ്ഞുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ഉസ്താദ് സ്വർഗത്തെ പറ്റി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ ഇത് കേട്ടിട്ട് ഇങ്ങനെ വണ്ണം വെക്കുന്ന ആളുകൾ, അപ്പോൾ ഉസ്താദ് പറഞ്ഞു, വെറുതെ സാസിനോടാണ് ചോദിച്ചു, അല്ല ചങ്ങായിമാരെ, ഞാനുങ്ങളൊക്കെ ഈ നുണച്ചളായ ഞാനുങ്ങളൊക്കെ അവിടെ എത്തിയാൽ എന്തേക്കാരം കാട്ടിക്കൂട്ടുകയാണ്? കാരണം ഒരു ഭാഗത്ത് പാലാറ്, ഒരു ഭാഗത്ത് തേനാറ്, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ പാലിന്റെ ആറുകൾ ഇങ്ങനെ ഒഴുകും. ലം യതഗയ്യർ തഅ്മു, ലം യതഗയ്യർ തഅ്മു, രുചിഭേദം സംഭവിക്കാത്ത. ദുന്യാവിലെ പാലിന്റെ ഒരു കുഴപ്പമാണ്, കറന്ന പാത്രം മാറ്റുമ്പോഴേക്ക് അത് കേടുവരും. കാച്ചിയില്ലെങ്കിൽ ചൂടാക്കിയില്ലെങ്കിൽ കറന്ന പാത്രത്തിന് വേറെ പാത്രത്തേക്ക് മാറ്റിയാൽ കേടുവരും. വെള്ളം പോലെയല്ല പാല്, പെട്ടെന്ന് ദൂഷിക്കും, കേടുവരും. ലം യതഗയ്യർ തഅ്മു, സ്വർഗത്തിലെ പാലിന് രുചിഭേദം സംഭവിക്കൂല, അത് കേടുവരൂല എന്നർത്ഥം. നല്ല പാലാണ്. പിന്നെ പറഞ്ഞു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക്, പാനം ചെയ്യുന്നവർക്ക് നല്ല സ്വാദിഷ്ടമായ കള്ളിന്റെ പുഴകളുമുണ്ട് അവിടെ. സ്വർഗീയ കള്ളിന്റെ പുഴകളുണ്ട്. ഒരു ഭാഗത്ത് സ്വർഗീയ കള്ളിന്റെ പുഴ ഒഴുകും. കള്ളിങ്ങനെ കുത്തിയൊഴുകി പോകുന്ന പുഴയുണ്ടാവുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ ഫിദ്ദുനിയ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. ദുനിയാവിൽ മദ്യം കഴിച്ചവന് പരലോകത്ത് ഇത് കുടിക്കാൻ ഭാഗ്യം ഉണ്ടാവില്ല. പഠിച്ചോനെ, കള്ളുടിക്കാൻ അപ്പം എത്ര ഇടങ്ങാറായിട്ട് നിസ്കരിച്ചു നോമ്പ് വെച്ചും ഖുർആൻ ഓതിയൊക്കെ
സ്വർഗത്തേക്ക് പോകുന്നത്. കള്ളുടിക്കാനോ നമുക്ക് ആ സാധനം കേട്ടുകൂടെ തന്നെ, നമുക്കത് കാണുന്നെ വേണ്ട. ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. തോന്നിപ്പോകരുത്. കാരണം എന്താ, ഈ കള്ളിന് ദുനിയാവിൽ പറഞ്ഞ കള്ളുകളുടെ സ്വഭാവങ്ങളൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളുമില്ല. അത് കുടിച്ചാൽ തല കറങ്ങൂല, അത് കുടിച്ചാൽ ലക്കും ലഗാനുമില്ലാതെ സംസാരിക്കൂല, അതൊരു പെഗ് അകത്തെത്തുമ്പോഴേക്ക് അമ്മയെയും മോളെയും തിരിച്ചറിയാതിരിക്കൂല. ഈ ദുരന്തങ്ങളൊന്നും അവിടുത്തെ കള്ളിനില്ല. പക്ഷേ അതൊന്നും അല്ല വിഷയം. അതൊക്കെ അതിന് ആ ഗുണങ്ങളുണ്ട് എന്ന് ഖുർആൻ പലയിടത്തും പറഞ്ഞതാ. എന്നല്ല, കുടിക്കാൻ തന്നെ നല്ല സ്വാദുള്ള കള്ളാണ്. ലദ്ദത്തിൽ ലിശാരിബീൻ. ദുനിയാവിൽ പലപ്പോഴും പല മയക്കുമരുന്നുകളും അതുപോലെ തന്നെ കള്ളും, പഴയ കാലത്തെ കള്ളൊക്കെ പ്രത്യേകിച്ചു കള്ള് എന്ന് പറയുന്ന സമ്പ്രദായത്തിലുണ്ടായിരുന്നത്, അതൊക്കെ കുടിച്ചിരുന്നത് അതിന്റെ ടേസ്റ്റ് കൊണ്ടല്ല, കണ്ണും മുറുക്കി ചിമ്മി കുടിക്കാൻ. എന്താ കാരണം? കുടിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വേറൊരു ലോകമുണ്ട്, അവൻ അനുഭവിക്കാൻ പോകുന്ന വേറൊരു ലോകമുണ്ട്. അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഇത് കുടിക്കാൻ തന്നെ ടേസ്റ്റ് ഉള്ളതാണ്, ചമർപ്പുള്ള കള്ളല്ല. ലദ്ദത്തിൽ ലിശാരിബീൻ. ഇതിന് കള്ള് എന്ന് പേരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഉത്തേജനം ലഭിക്കും എന്ന അർത്ഥത്തിൽ അത് കള്ളാണ്. നല്ല ഉത്തേജനം, ഉന്മേഷം, നവോന്മേഷം കുടിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വരുമെന്നർത്ഥം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു അൻഹാറും മിൻ അസലിൻ മുസഫാ. തെളിഞ്ഞ തേൻ ആറുകളുമുണ്ട്, തേനാറുകൾ, തേനിന്റെ പുഴകൾ. ഒരു പുഴ ഇങ്ങനെ കുത്തിയൊഴുകി വരുന്നത് മുഴുവനും തേനാണ്. എവിടെയെങ്കിലും ഒരു സ്ഥിര തേന്, നല്ല വൃത്തിയുള്ള തേന്, അസല് തേന്, ചക്കര കുത്തി കലക്കിയതല്ല, പഞ്ചസാര കുത്തി കലക്കിയതല്ല, അസൽ തേന്. ആ മതിലിന്റെ ഉള്ളിൽ കുറച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് കൈയൊക്കെ വേദനയായില്ലേ, ഉള്ള കയ്യിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൽ കൈയിട്ടിട്ട് ആ കൈ ഇങ്ങനെ നക്കി തുടക്കുക. എന്നാ സ്വർഗത്തിലെ ഒരു പുഴയാ ഒഴുകി പോകുന്നത് തേനിന്റെ. മിൻ അസലിൻ മുസഫാ. തെളിഞ്ഞ തേനിന്റെ പുഴ. മതില് കുത്തിപ്പൊളിച്ചെടുത്ത തേനിൽ മണ്ണിന്റെ കലർപ്പുണ്ടാകും. ഇനി അതല്ല, മരത്തിന്റെ മുകളിൽ കൂട്ടിൽ നിന്ന് കിട്ടിയ തേനാണെങ്കിൽ ആ തേനിൽ ഈ തേനീച്ച കൂടുണ്ടാക്കുമ്പം വെച്ച മെഴുക്, ആ മെഴുകിന്റെ കലർപ്പുണ്ടാകും. കലർപ്പില്ലാതെ ഭൂമിയിൽ ഏത് കിട്ടൂല? തേൻ കിട്ടൂല. കലർപ്പില്ലാതെ ശുദ്ധമായ തേൻ കിട്ടണമെങ്കിൽ അത് നാളെ സ്വർഗത്തിലേക്ക് കിട്ടുള്ളൂ. മെഴുക് കൂടാത്ത തേൻ എടുക്കാൻ കഴിയുമോ? അതെ, മെഴുകില്ലാത്ത തേനാണ് അസലിൻ മുസഫാ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകിപ്പോകുന്ന സ്വർഗം അവർക്ക് നൽകും. അവരെ അവിടെ പ്രവേശിപ്പിക്കുന്നതാണ്, അവരെ അവിടെ പ്രവേശിപ്പിക്കും, തീർച്ചയാണ്. എന്നാണ് ഇവർക്ക് ഈ അനുഗ്രഹം കൊടുക്കുക? അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നുള്ളത് ശരി. ആ സ്വർഗത്തിൽ എന്താ ഉള്ളത്? ഇഷ്ടം പോലെ തിന്നാൻ, ഇഷ്ടം പോലെ കുടിക്കാൻ, എല്ലാം ഇഷ്ടം പോലെ കൊടുക്കും. എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. തിന്നാൻ ഇഷ്ടം പോലെ, കുടിക്കാൻ ഇഷ്ടം പോലെ, ഉടുക്കാൻ ഇഷ്ടം പോലെ, എല്ലാം അല്ലാഹു ഇഷ്ടം പോലെ തരികയാണ്. അതാണ് സ്വർഗം. ഞാൻ സ്വർഗം വിശദീകരിക്കാതെ രക്ഷപ്പെടാനാണ് അങ്ങനെ പറഞ്ഞത്. സ്വർഗത്തെക്കുറിച്ച് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. സ്വർഗത്തിന്റെ സുഖം പിന്നെ കൂടുതൽ പറയേണ്ടി വരൂല. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നിങ്ങനെ ദിക്ർ ചൊല്ലുമ്പം നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, സ്വർഗം ചോദിക്കുന്നു. ആ ചോദിക്കുന്നതിനൊന്ന് ആത്മാർത്ഥത കൂടാൻ നന്നാവും. സ്വർഗത്തിലേറ്റവും അവസാനം കടക്കുന്ന ആൾക്ക് കിട്ടുന്ന സുഖത്തെക്കുറിച്ച് സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ആഖിറ അഹ്ലിൽ ജന്നത്തി ദുഖൂല. സ്വർഗത്തിലെ ഏറ്റവും അവസാനം കടക്കുന്ന മനുഷ്യൻ. നീണ്ട ഹദീസാണ്, ഞാൻ ചെറുതായി അങ്ങ് പറയാം, അത് കേട്ടാൽ തന്നെ മതി. സ്വർഗത്തിൽ ഏറ്റവും അവസാനമായിട്ട് കടക്കുന്ന മനുഷ്യൻ, അയാൾ അല്ലാഹു തആല ആദ്യം സ്വർഗത്തിലും നരകത്തിലും അല്ലാതെ അതിന്റെ നടുക്കിടും. അറാഫിന്റെ അഹ്ലുകാർ,
അഹ്റാഫിന്റെ അഖിലുകാർ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. നന്മയും തിന്മയും ഒക്കെ സമായവർ. വേറെ കുറെ കാരണങ്ങളെ കൊണ്ട് അഹ്റാഫിലെത്തുട്ടോ, സ്വർഗത്തിലും നരകത്തിലും അല്ലാതെ. എന്നിട്ട് പിന്നെ കാലാകാലം അവിടെ അല്ല, രണ്ടാലൊരു വിഭാഗമേ ഉള്ളൂ. ഒന്നുകിൽ അഹ്ലുൽ ജന്ന അല്ലെങ്കിൽ അഹ്ലുൻ നാർ. അഹ്റാഫ് കുറച്ചു കാലത്തേക്കുള്ള ഏർപ്പാടാണ്. കുറച്ചു കാലം ഒന്ന് നിർത്തിയിട്ട് വിയർപ്പിച്ചിട്ട് പിന്നെ സ്വർഗത്തിലേക്കാട് വിടും, അല്ലെങ്കിൽ അതിലും വലിയ അദാബിലേക്ക് നരകത്തിലേക്ക് അങ്ങ് പറഞ്ഞേക്കും. രണ്ടാലൊന്നാണ് അഹ്റാഫിലെ തീരുമാനം വരുന്നത്. ഏതായാലും അഹ്റാഫ് ശാശ്വതമല്ല, മൂന്നാം വിഭാഗം ശാശ്വതമല്ല, രണ്ടാലൊരു വിഭാഗമാണ് ഉറപ്പുള്ളത്. അഹ്ലുൽ ജന്ന അല്ലെങ്കിൽ അഹ്ലുൻ നാർ. അള്ളാഹു അഹ്ലുൽ ജന്നയിൽ നമ്മെ പെടുത്തട്ടെ. ഈ അഹ്റാഫിൽ ഇങ്ങനെ കഴിയുന്ന ആളുകളെ അവരെ നരകത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു നിർത്തും. അപ്പൊ നരകത്തിൽ നടക്കുന്ന ശക്തമായ അദാബുകൾ ഇങ്ങനെ കാണുമ്പോൾ അവൻ കഴിയൂല, പടച്ചോനെ കഴിയുന്നില്ല അത് കണ്ടു നിൽക്കാൻ. അങ്ങനുണ്ടല്ലോ, മനസ്സാക്ഷി മരവിക്കാത്തവർക്ക് നമ്മൾ അദാബ് അനുഭവിക്കേണ്ട വേറൊരാൾ അദാബ് അനുഭവിക്കുകയാണെങ്കിൽ തന്നെ കാണാൻ കഴിയൂല. നിങ്ങൾ ഈ റോട്ടിലേക്ക് ഇറങ്ങുമ്പം പെട്ടെന്ന് ഓടി വന്ന ഒരു വണ്ടി നിങ്ങളുടെ ശരീരത്തിൽ കയറി നിങ്ങൾ റോട്ടിൽ കിടന്ന് പിടക്കുന്നു. അത് കാണുമ്പം കാണുന്നവന്റെ കൽബ് നുറുങ്ങും അല്ലേ? വേറൊരാൾ ലോറിയുടെ അടിയിൽ കുടുങ്ങി അവന്റെ മേലെ ലോറി അങ്ങ് കയറിയിട്ട് അവന്റെ ആന്തരാവയവങ്ങൾ പുറത്തേക്ക് ഇങ്ങ് തുറുത്തി വരുന്നത് നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിന്റെ കാര്യം? വേഗം കണ്ണങ്ങ് ചിമ്മും, അല്ലെങ്കിൽ മുഖമിങ്ങ് തിരിക്കും. അത് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതാ സംഭവിക്കുന്നത്. നരകത്തിലെ ശക്തമായ അദാബുകൾ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ലെന്നാ കണ്ണു ചിമ്മാൻ പറ്റുമോ? പറ്റൂല. തലതിരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഇയാൾ ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ സ്രിഫ് വജ്ഹി അനിന്നാർ, അല്ലാഹുമ്മ സ്രിഫ് വജ്ഹി അനിന്നാർ. ആക്കെ ദുനിയാവിന്നേ നടക്കുള്ളൂ. നമ്മളെ സ്വാതന്ത്ര്യം അവിടെ നമുക്ക് ഫ്രീഡം അല്ല. അള്ളാഹു തീരുമാനിച്ചത് ഇങ്ങനെ നടക്കുക. അപ്പോ കണ്ണ് ഇമ്മാൻ കഴിയൂല, തലതിരിക്കാൻ കഴിയൂല. ഇത് കണ്ടനുഭവിക്കണം. അപ്പൊ ഇവൻ ദ്വാരക്കാണ്, അല്ലാഹുമ്മ സ്രിഫ് വജ്ഹി അനിന്നാർ, അള്ളാഹുവേ നരകത്തെ തൊട്ട് എന്റെ മുഖം ഒന്ന് തിരിച്ചു തരണേ അല്ലാ, ഇത് കണ്ടു നിന്നൂടാ. അത് നമ്മളെയൊക്കെ അവസ്ഥ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം മതി. പക്ഷെ ഇന്നതൊക്കെ മാറിയിട്ടോ, അതിൻ്റെയൊക്കെ കോലം മാറി. ഇന്നിപ്പോ ഒരാൾ ലോറിന്റെ അടിയിൽ കിടന്ന് അയാളുടെ ആന്തരാവയമൊക്കെ ഇങ്ങനെ ചാടിക്കിടക്കുകയാണെങ്കിൽ അത് കാണാൻ കഴിയൂല. മുഖം കണ്ട് തിരിക്കും. വേഗം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും കണ്ണ് മുറുക്കി ചിമ്പിയെ നടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തല കറങ്ങും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരാൾ അവസാനത്തെ ജീവന് വേണ്ടി റോട്ടിൽ കിടന്ന് പിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി എത്തിച്ച് അയാളെ എടുത്ത് സംരക്ഷിക്കുന്നതിന് പകരം മൂപ്പര് മൊബൈൽ കീസേന്ന് വലിച്ചിട്ട് ഇത് ലൈവായിട്ട് പകർത്തുകയാണ്. എന്നിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് ഇതാ ലോകം മുഴുവനും എത്തി ഇയാൾ പിടക്കുന്ന ചിത്രം. ഇതാണ് ഇന്ന് ആകെ നമ്മളെ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം. എന്തൊരു മനസ്സാ നമ്മുടെ മനസ്സ്! എത്രമാത്രം കല്ല് ഹൃദയമായി പോയി നമ്മുടെ ഹൃദയം. അപകടങ്ങള് അത് ലൈവായി പകർത്തി അതിങ്ങനെ ഫോട്ടോ അത് ഷെയർ ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട് മോമിനിങ്ങളെ? എന്താണ് നമുക്ക് അന്തം മുളക്കാത്തത്? അപകട ചിത്രങ്ങൾ ഷെയർ ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? ആ ചിത്രം ഷെയർ ചെയ്തിട്ട് വാർത്ത കൊടുത്തോ, ഇയാൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്, ദുആ ചെയ്യണം, അതിന് ദുആ നടക്കും. എന്തിനാണ് ഇയാൾ ഈ പിടക്കുന്ന? അതും തന്നെ വലിയ വലിയ മഹാന്മാർ അവരൊക്കെ അപകടത്തിൽ കുടുങ്ങി കരയുന്നതും പിടക്കുന്നതും ഒക്കെ കാണുമ്പം വല്ലാത്ത വിഷമം തോന്നിപ്പോകാറുണ്ട്. അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടൂല അത്. അയാളുടെ ജീവിതകാലത്ത് ആലിമും സയ്യിദും ഇഷ്ടപ്പെടാത്ത പണിയാ നമ്മൾ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടങ്ങൾ പകർത്തിയെടുത്ത് അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും അതിങ്ങനെ ഷെയർ ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഇതൊരു ഹോബിയാക്കി മാറ്റിയ ഒരു ടീമുണ്ട്. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, കല്ല് ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. അരുത്, ചെയ്യരുത്. വാർത്ത കൊടുക്കാം, ദുആ ചെയ്യാൻ പറയാം, അതിന്റെയൊക്കെ പിറകിൽ കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? മനുഷ്യനെ വഷളാക്കലല്ലാതെ മറ്റൊരു കാര്യവും അതുകൊണ്ടുണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് എന്നെ തിരിച്ചു വരാം. ഇവൻ പറയും, പടച്ചോനെ ഈ നരകം കണ്ടുമടുത്തു, എന്നെ ഒന്ന് തിരിച്ചു തരണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, നരകത്തിൽ നിന്ന് കണ്ണ് വേണമെങ്കിൽ തിരിച്ചു തരാം, പക്ഷേ അതാണ് തിരിച്ചു തന്നാ ഇനി വേറെന്തെങ്കിലും ചോദിക്കോ വെച്ച്. അപ്പൊ ഇല്ല റബ്ബേ, നിന്റെ ഇസ്സത്താണ് സാക്ഷി, നിന്റെ അന്തസ്സാണ് സാക്ഷി, ഞാൻ നിന്നോട് ഇനിയൊന്നും പറയൂല. അപ്പൊ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മുഖം തിരിച്ച് സ്വർഗത്തിലേക്ക് ആക്കി കൊടുക്കും. അപ്പൊ സ്വർഗത്തിലെ സുഖം ഇങ്ങനെ കാണുകയാണ്. അവിടെ സ്വർഗത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? സന്തോഷത്തോടെ അവർ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഉറുമാൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്നു, അവിടെ തമാശകൾ, സ്നേഹങ്ങൾ പങ്കിടുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവനിങ്ങനെ കുറച്ചു കാലമൊക്കെ മിണ്ടാതിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു,
ഫയസ്കുതു മാഷാ അല്ലാഹു അൻ യസ്കുത്. കുറച്ചു കാലമൊക്കെ മിണ്ടാതിരിക്കും, പിന്നെ മിണ്ടും, തൊള്ള പൊളും, തുറക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും പടച്ചോനെ ഒന്നും ചോദിക്കൂല എന്നൊക്കെ പറഞ്ഞിരുന്നതാ, എന്നാലും ദൂരെ നിന്ന് നിന്റെ സ്വർഗം കണ്ടിട്ട് എന്തൊരു ഹരം, ഞാൻ അതിന്റെ തിണ്ണയിലൊന്ന് കയറിക്കോട്ടെ പടച്ചോനെ, സ്വർഗത്തിന്റെ തിണ്ടിൽ അതിന്റെ തിണ്ണയിലൊന്ന് കയറിയിട്ട് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, സ്വർഗത്തേക്ക് ഒന്ന് കയറിന്നോട്ടെ, അടുത്തുനിന്ന് കണ്ടോട്ടെ. അള്ളാഹു പറഞ്ഞു വേറൊന്നും ചോദിക്കരുത് എന്ന് അപ്പം തന്നെ പറഞ്ഞത്. അപ്പൊ കണ്ടപ്പോ ഇപ്പൊ തിണ്ണേ കയറണം, വേണമെങ്കിൽ അതും കൂടെ ചെയ്തു തരാം, പക്ഷെ തിണ്ണയിൽ കയറിയാൽ ഇനി ഉള്ളു പോണെന്ന് പറയാം ഇല്ല. ഫയുഅ്തില്ല, അങ്ങനെ അവൻ അള്ളാഹുവിന് കൊടുക്കുന്നു മാ യുരീദു മിനൽ ഉഹൂദി വൽ മവാസീഖ്. ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാ. എല്ലാ കരാറുകളും ഉറപ്പും പടച്ചോന് കൊടുത്തു, ഞാൻ ഒന്നും ചോദിക്കൂല. അങ്ങനെ തിണ്ണയിൽ കയറിയിട്ട് സ്റ്റെപ്പിൽ കയറിയിട്ട് സ്വർഗം കാണുമ്പോൾ കൂടുതൽ ഹൃദയായി, പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരമൊക്കെ മിണ്ടാതിരിക്കും, പടച്ചോനോട് പറഞ്ഞതല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ തൊള്ള തുറക്കും, എന്നിട്ട് പറയും പടച്ചോനെ പടച്ചോനെ ഞാൻ ആ സ്വർഗത്തിന്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് അവിടുത്തെ ഹാലെന്താന്നൊന്ന് നോക്കിയിട്ട് ഉടനെ പുറത്തേക്ക് തന്നെ ഇറങ്ങിക്കോളാം, ഒന്ന് നോക്കിയിട്ടാണ് പോന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അള്ളാഹു പറയും ഇതല്ലേ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇനിയൊന്നും ചോദിക്കരുത്. അപ്പൊ അവൻ പറയാണ് ലാ അകൂനു അഷ്കാ ഖൽഖിക യാ റബ്ബ്, ലാ അകൂനു അഷ്കാ ഖൽഖിക യാ റബ്ബ്. പടച്ചോനെ നിന്റെ പടപ്പുകളിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരാൾ ഞാൻ ആവൂല, നിന്റെ പടപ്പുള്ള കൂട്ടത്തിൽ ഏറ്റവും പരാജിതനാവോ ഞാൻ? ഇല്ല. നീ എന്നെ പരിഗണിക്കും, നീ എന്റെ റബ്ബാണ്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നെ പരിഗണിക്കും തന്നെയാണ് എനിക്ക് പ്രതീക്ഷ. നീ എന്നെ പരിഗണിക്കാതിരിക്കില്ല, നീ എന്നെ കൈയൊഴിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അള്ളാഹു പറയും എന്നാ ശരി കയറിക്കോ, പക്ഷെ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണ്ട. എന്റെ കുട്ടിക്ക് ഞാൻ സ്വർഗാണ് വിധിച്ചിരുന്നത്, പക്ഷെ കുറെ ജീവിതത്തിൽ വേണ്ടാത്തരങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു നന്മയെങ്കിലും മുമ്പിലുള്ളതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ തന്നെ നിങ്ങൾക്ക് വിധി. അവസാനത്തെ വണ്ടിയാണെന്ന് മാത്രം സ്വർഗത്തേക്കുള്ള. അതുകൊണ്ട് ഈ സ്വർഗത്തേക്ക് അങ്ങോട്ട് കയറിയിട്ടേ ഇനി ഇങ്ങോട്ട് ഇറങ്ങണ്ട. പക്ഷെ ഇത്രയും ചെയ്ത പണിയൊക്കെ ജീവിതത്തിൽ കുറെ വേണ്ടാത്തരും ചെയ്തിട്ടില്ലേ, അതിന് നരകത്തിലിട്ടിട്ടില്ലെങ്കിലും ഒന്ന് വിയർപ്പിച്ച് ഒന്ന് ബുദ്ധിമുട്ടാക്കി പ്രയാസപ്പെടുത്തി എന്ന് മാത്രം നിങ്ങൾ സ്വർഗത്തേക്കുള്ള ആളാ, കയറിക്കോ, സന്തോഷത്തോടെ അങ്ങ് കയറിക്കോ. സ്വർഗത്തിലേക്ക് അങ്ങ് കയറിയിട്ട് ആ മനുഷ്യൻ ഉടനെ പറയുന്നു അൽഹംദുലില്ലാഹില്ലദീ അസ്ഹബ അന്നൽ ഹസൻ. അല്ലാഹുവേ ടെൻഷൻ അകറ്റി തന്ന നിനക്ക് ആ സർവസ്ത്രീയും. ഇനി വിഷമല്ലല്ലോ, സ്വർഗത്തിൽ പോയാൽ പിന്നെ ടെൻഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ സ്വർഗത്തിലാണ്ട് കയറിയിട്ട് ഇവൻ അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അപ്പം ഇവൻ കാണുന്നത് ഒരു വലിയ ലോകം ഇവന്റെ മുമ്പിൽ. ധാരാളം ആരാമങ്ങൾ, ധാരാളം നദികൾ, ധാരാളം തോട്ടങ്ങൾ, ധാരാളം കൊട്ടാരങ്ങൾ, ഒരു വലിയ സാമ്രാജ്യം ഇവന്റെ മുമ്പിൽ രൂപപ്പെടുമ്പോൾ ഇവൻ ചോദിക്കും പടച്ചോനെ ഇത് കയറി നോക്കുമ്പോൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. അപ്പൊ അള്ളാഹു പറഞ്ഞു നേരത്തെ സ്വർഗത്തിന്റെ ഒരു ഭാഗം കാണിച്ചു തന്നതാണ്, ഇപ്പൊ നിങ്ങൾ കയറിയത് നിങ്ങളെ സ്വർഗത്തിലാണ്, ഇത് നിങ്ങളുടേതാണ്. പടച്ചോനെ ഈ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഇതൊക്കെ എനിക്കുള്ളതാണോ? അതേ മോനെ ഇത് നിനക്കുള്ളതാ. ഇതിന്റെ 10 ഇരട്ടിയും കൂടെ ഞാൻ നിനക്ക് തരാൻ പോവാണ്. അങ്ങനെ 10 ഇരട്ടി പിന്നെയും വികസിക്കും. കുതിരപ്പുറത്ത് കയറിയിട്ട്, ചിറകുള്ള കുതിരപ്പുറത്ത് കയറിയിട്ട് ഫ്ലൈറ്റിൽ കറങ്ങുന്നത് പോലെ അവനവന്റെ സ്വർഗീയ ലോകം കാണാൻ കറങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വർഗത്തിൽ കുതിരപ്പുറത്ത്, ചിറകുള്ള കുതിരപ്പുറത്താ കറങ്ങുന്നത്. തതീറു ഹൈസു ഷാ, അവൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ആ കുതിര അവനെയും കൊണ്ട് പറക്കുന്ന, ഫ്ലൈറ്റിൽ പോകുന്നത് പോലെ. കാരണം സ്വർഗം ഇവന് ഫ്ലൈറ്റിൽ പോയി കാണാൻ മാത്രം ഉണ്ടായി, ഇവന് കിട്ടിയ സ്വർഗം. അപ്പോ 10 ഇരട്ടി പിന്നെയും പറഞ്ഞു അല്ലാഹു വഅശ്റതു അംസാലിഹ, പിന്നെയും 10 ഇരട്ടി, വഅശ്റതു അംസാലിഹ, വഅശ്റതു അംസാലിഹ, വഅശ്റതു അംസാലിഹ, 50 ഇരട്ടി. ആദ്യം ഇവനോട് പറഞ്ഞിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാ. എന്ത്? ഈ വലിയ ഒരു വലിയ ലോകം ഇവനാട് സാമ്രാജ്യം ഇവനങ്ങ് കൊടുത്തപ്പോ ചോദിച്ചു ഇത് ആർക്കാ റബ്ബേ? ഇത് നിനക്ക്, ഇത് മുഴുവൻ എനിക്കാണോ റബ്ബേ? ഓ ഇത് മുഴുവൻ നിനക്കാ. ഇത് വലിയ സൗകര്യമാണല്ലോ. ഓ ദുനിയാവിലെ ഒരു രാജാവിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, നിനക്കുണ്ട്. ഇങ്ങോട്ട് പിന്നെ വഅശ്റതു അംസാലിഹ, വഅശ്റതു അംസാലിഹ, വഅശ്റതു അംസാലിഹ 4 വട്ടം പറയുമ്പോൾ അവൻ പറയും കഫാനി യാ റബ്ബ്, മതി പടച്ചോനെ. 50 രാജാക്കന്മാരുടെ സൗകര്യം. അവിടെ എത്തുമ്പോൾ അവൻ പറയും മതി, ഇനി വേണ്ട. അത് ഇവൻ പറയുള്ളൂ അല്ല കൊടുക്കുന്ന.
ഇതാണ് അവസാനം കയറിയാക്ക് സ്വർഗത്തിലുള്ള സൗകര്യം. ദുനിയാവിലെ 50 രാജാക്കന്മാരുടെ സൗകര്യ സുഹൃത്തുക്കളെ. ദുനിയാവിലെ ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ നമ്മളെ കൊതി, ഒരു MLA ആകാൻ നമ്മളെ കൊതി, രാജാവല്ലതൊന്നും. ഒരു മന്ത്രിയാകാനുള്ള കൊതി, ഒരു രാജ്യത്തിന്റെ രാജാവാകാനുള്ള കൊതി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര 50 രാജാക്കന്മാരുടെ സൗകര്യമാണ് സ്വർഗത്തിലെ ഏറ്റവും അവസാനത്തെ മെമ്പർക്കുള്ളതെങ്കിൽ അതിന്റെ മുമ്പ് പോയവരുടെ അവസ്ഥ എന്താ? അപ്പൊ ഈ മനുഷ്യൻ പറയത്രേ, റസൂലുള്ള പറയാൻ, പടച്ചോനെ സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം വന്ന എനിക്ക് ഇത്രയൊക്കെ ഉണ്ടോ? അപ്പൊ എന്റെ മുമ്പ് പോയവർക്കൊക്കെ എത്ര ഉണ്ടാവും? ഇത് നമ്മളെ വേറൊരു സോക്കേടാ. നോക്കിങ്ങളെ, അപ്പൊ എന്റെ മുമ്പ് പോയവർക്കൊക്കെ എത്ര ഉണ്ടാവും പടച്ചോനെ? അപ്പൊ അള്ളാഹു പറഞ്ഞു, അത് അവർക്ക് മാത്രമേ അറിയൂ, എനിക്കും മാത്രമേ അറിയൂ, അതിനും മാത്രം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ ഇടപെടണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ഈ അവസാനത്തെ മെമ്പറെങ്കിലും പടച്ചോനെ ആ കൂട്ടത്തിലെങ്കിലും നരകത്തിൽ തീരെ പോകാതെ സ്വർഗത്തിലേക്ക് അങ്ങെത്താനുള്ള ഭാഗ്യം ഈ റമദാനുൽ മുബാറക്കിന്റെ മഗ്ഫിറത്തിന്റെ 10 3 ദിവസം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യഗ്ഫിറ ലക്കും അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു എന്ന് പറഞ്ഞ ഈ ആയത്ത് ചർച്ച ചെയ്തതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ, ആ കൂട്ടത്തിലെങ്കിലും ഞങ്ങളെ പെടുത്തണേ അല്ലാ. പഠിച്ചവനെ, അതിലും ഞങ്ങളില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ കാര്യം കഷ്ടമാണ്. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. സഹോദരാ, ഞാൻ ഹദീസ് ആയത്ത് അങ്ങോട്ട് അവസാനിപ്പിക്കട്ടെ. ഇനി അതിനേ സമയമുള്ളൂ. ആയത്ത് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം, അതിനുള്ള സമയമേ മുമ്പിലുള്ളൂ. എന്നാണ് അള്ളാഹു ഇത്രയും വലിയ സൗകര്യങ്ങൾ തരുന്നു പറഞ്ഞത്? ദുനിയാവിലല്ല. ദുനിയാവിൽ കിട്ടിയിട്ടൊരു കാര്യമില്ല. ദുനിയാവിലെ സ്വർഗം സ്വർഗമല്ല. ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞു, യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെയും നബിയെയും മുത്തുനബിയുടെ കൂടെ നിൽക്കുന്ന മൂമിനീങ്ങളെയും അള്ളാഹു വഷളാക്കാത്ത ദിവസത്തിലാണ് ഈ സ്വർഗീയ സൗകര്യങ്ങൾ തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കാം. ഇത് തൗബ ചെയ്യുന്നവർക്കുള്ള സൗകര്യമാണ്. തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരുക്കി തരുന്ന സൗകര്യം അത്. ഇത്രയും വലിയ സൗകര്യങ്ങളെ എന്നിട്ട് അള്ളാഹു പറയാണത് ആർക്ക് എന്നാ കൊടുക്കുക? മുത്തുനബിന്റെ കൂടെ ഉള്ളോലെ അള്ളാഹ് വഷളാക്കാത്തൊരു ദിവസം വരുന്നുണ്ട്. അല്ലാത്തവരൊക്കെ വഷളാവുന്ന അർത്ഥം. എന്തേ ഇവിടെ ഞാൻ അന്ന് പറഞ്ഞു, എന്തേ ഇവിടെ വല്ലദീന ആമനു ബിഹി എന്ന് പറയാതിരുന്നത്? എല്ലായിടത്തും അങ്ങനെയാ പറയാറുള്ളത്. ഈ ഒരു ആയത്തിൽ മാത്രം എന്തേ ഇങ്ങനെ? യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനു ബിഹി എന്നല്ല, നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരെ വഷളാക്കൂല എന്നല്ല പറഞ്ഞത്. വല്ലദീന ആമനു മഅഹു, വിശ്വസിച്ച് നബി തങ്ങളുടെ കൂടെ നിന്നവർ, ഹബീബിനെ മനസ്സിൽ സൂക്ഷിച്ചവർ, ഹബീബിനെ കൊണ്ട് നടന്നവർ, അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞവരൊക്കെ രക്ഷപ്പെടൂല. മുനാഫിക്കീങ്ങളും പറഞ്ഞിരുന്നു, ഇന്നത്തെ മുനാഫിക്കീങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ പോകുന്ന ഒരു ഉമ്മത്തിയുണ്ട്. അതാരാ? നബി തങ്ങളെ ഒപ്പം കൊണ്ട് നടന്ന മുഅ്മിനീങ്ങളാ. ആ മുഅ്മിനീങ്ങളുടെ കൂടെ നമ്മൾ പെടണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായി കാണാം. അവര് പാലം കടക്കാൻ സിറാത്ത് പാലത്തിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോൾ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. പരലോകത്ത് ഈ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താ? നബിതങ്ങളുടെയും മുഅ്മിനീങ്ങളും ഒപ്പമുള്ള മുഅ്മിനീങ്ങളുടെ അവസ്ഥ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. സ്വലാത്ത് ചൊല്ലുന്ന, മൗലിദ് ചൊല്ലുന്ന, ബുർദ ചൊല്ലുന്ന, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരട്ടെ. എന്താ അതുകൊണ്ട് കിട്ടുക? നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുമ്പിലും അവരുടെ വലതുഭാഗത്തും അവരുടേതായ അവർ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളാകുന്ന വെളിച്ചം അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ സൽക്കർമ്മങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിലും പിമ്പിലും ഓടിക്കളിക്കും. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. മുഴുവൻ മുഫസ്സിറുകളും ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. സിറാത്ത് പാലം കടക്കുമ്പോഴാ ഈ ലൈറ്റ് ഓടുക.
ഈ ലൈറ്റ് നമ്മളൊപ്പം ഓടിയ സിറാത്ത് പാലം കിടക്കും. കാരണം കട്ടിയില്ലാത്ത പാലാണ്, നേർത്ത പാലാണ്. ഈ പാലത്തിലൂടെ ഇതൊരു വല്ലാത്ത തൂക്കുപാലാണ് സിറാത്ത് പാലം. ഇത് പാസ് ചെയ്ത് മുഴുവൻ പാസ് ചെയ്തെങ്കിലേ സ്വർഗത്തിലെത്തുള്ളൂ. ഇതില് തുടങ്ങുമ്പോഴേക്കന്നെ വീഴുന്നവരുണ്ട്, പകുതി എത്തിയിട്ട് വീഴുന്നവരുണ്ട്. അതില് ചാഞ്ഞും ചെരിഞ്ഞും വീഴും എന്ന് തോന്നി നിലവിളിച്ച് ശബ്ദിച്ച് റബ്ബേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ 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 അവസാനം വരെ അങ്ങ് എത്തിയിട്ട് അവസാനം വെച്ച് നരകത്തിലേക്ക് കെട്ടിമറിഞ്ഞു വീഴുന്നവരുണ്ട്, കെട്ടിപ്പൊളിഞ്ഞ് വീഴുന്നവരുണ്ട്. നിരങ്ങി 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 ചാഞ്ഞും മുലഞ്ഞും ഒക്കെ പേടിപ്പിച്ച് കുറെ കൊണ്ടുവന്ന് അവസാനം സ്വർഗത്തിലേക്ക് അങ്ങ് എത്തുന്നവരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിലെങ്കിലും നമ്മളെ പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നാൽ വേണ്ടുവോളം വെളിച്ചം ജീവിതത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടോ? അതെന്താ? നിസ്കാരവും നോമ്പും ഖുർആനോത്തും സദഖയുമാണ്. ഈ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അത് സിറാത്ത് പാലത്തിന്റെ അടുത്ത് വലിയ വെളിച്ചമായിട്ട് ഈ അമലുകൾ വരും. യസ്ആനൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ. കിട്ടിയ വെളിച്ചവുമായി പാലം കടക്കുമ്പം അവരിങ്ങനെ ദ്വാരക്കും, പടച്ചോനെ ഈ വെളിച്ചം അങ്ങ് എത്തുന്നത് വരെ നിലനിർത്തണേ. റബ്ബനാ അത്മിം ലനാ നൂറനാ, ഞങ്ങളെ വെളിച്ചം ഞങ്ങൾക്ക് പൂർത്തിയായി തരണേ, പാലം കടക്കോളും ഇത് നിലനിർത്തി തരണേ. കാരണം എന്താ? മുനാഫിക്കീങ്ങൾക്ക് ആദ്യം മൂമിനായി, പിന്നെ നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ആളുകൾക്ക് തീരെ വിശ്വസിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളോ ഒപ്പം നിന്നു എന്ന് വെറുതെ പുറമെ കാണിച്ചു. അവർക്കൊക്കെ അല്ലാഹു തആല നുണപ്പിക്കാൻ ഏറ്റു കൊടുത്ത് പിന്നെ അങ്ങ് ഓഫാക്കി കളയും. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ വെളിച്ചം കിട്ടുള്ളൂ. അതേ സമയം ഈ മുഅ്മിനീങ്ങൾ റബ്ബനാ അത്മിം ലനാ നൂറനാ എന്ന് പറയുന്നത് എപ്പോഴാ? ഹസനുൽ ബസരി പറയുന്നു, മുജാഹിദ് പറയുന്നു, വഹാക്ക് പറയുന്നു റളിയല്ലാഹു അൻഹു, റബ്ബനാ അത്മിം ലനാ നൂറനാ എന്ന് എന്തിനാ ഈ ദുആ? വെളിച്ചം കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ധൈര്യമായിട്ട് കടന്നുപോയ പോരെ? ഈ ദ്വാരക്കാൻ കാരണം വെളിച്ചം കിട്ടി എന്നതുകൊണ്ട്. ആദ്യം പാലം കടക്കുന്നതിന് മുമ്പ് വെളിച്ചം വിതരണം ചെയ്യുന്ന ഒരു കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൽ നിന്ന് വെളിച്ചം കിട്ടി എന്നതുകൊണ്ട് പാലം കടന്ന് തീരോളും വെളിച്ചം ഉണ്ടാവില്ല. ചിലപ്പോൾ അണഞ്ഞു, ചൂട്ട് കെട്ടുപോകും, വെളിച്ചം കെട്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കാണുകയാണ്. അപ്പൊ ഈ വാക്ക് റബ്ബന അത്മിം ലനാ നൂറനാ എന്ന് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ തഫ്സീർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹാദാ യഖൂലുഹുൽ മുഅ്മിനൂന ഹീന യറൗന യൗമൽ ഖിയാമത്തി നൂറൽ മുനാഫിഖീന ഖത്തുഫി. മുനാഫിക്കീങ്ങളുടെ വെളിച്ചം, ആ വെളിച്ചം കെട്ടുപോകുന്നത് അവർ കാണുമ്പോഴാണ് അവർ ദുആ ചെയ്യുന്നത്. അപ്പോഴാണ് അവർ ദുആ ചെയ്യുന്നത്. എന്ത്? ഖത്തുഫി, അത് കെട്ടുപോയതായിട്ട് അവർ കാണുന്നു. മുനാഫിക്കീങ്ങൾക്ക് ലേറ്റിട്ടിരുന്നു, പക്ഷെ അവർ പാലം കടക്കാൻ നേരത്തെ അതാണ് കെട്ടു. കഴിഞ്ഞില്ലേ? ആവശ്യമുള്ളടത്തെത്തിയപ്പോൾ ലേറ്റില്ല. അപ്പോഴാ മുഅ്മിനീങ്ങൾ ഈ ലൈറ്റ് കിട്ടോടെ മുതൽ ദ്വാരക്കുക റബ്ബനാ അത്മിം ലനാ നൂറനാ, റബ്ബനാ അത്മിം ലനാ നൂറനാ. ഇതുമായിട്ടാണ് പാലം കടക്കോളും ഈ വെളിച്ചം കിട്ടണം. അള്ളാഹു നമുക്കൊക്കെ ആ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. കെട്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് പെടുത്താതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ പിറകിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി, അപ്പോഴാണ് നബിതങ്ങൾ മക്കം ഫതഹിന്റെ അന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുഖ്സിനി യൗമൽ ഖിയാമ, അല്ലാഹുമ്മ ലാ തുഖ്സിനി യൗമൽ ഖിയാമ. പടച്ചോനെ, എന്നെ ഖിയാമത്ത് നാളിൽ വഷളാക്കരുതേ. ഖിയാമത്ത് നാളിൽ വഷളാകുന്ന കമ്പനിയിൽ എന്നെ പെടുത്തരുത്. യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. നബിതങ്ങളെ നബിന്റെ ഒപ്പമുള്ള വലിയ അല്ലാഹു വഷളാക്കാത്ത ദിവസമാണത്. മുനാഫിക്കീങ്ങളുടെ വെളിച്ചം കെടുമ്പോഴാണ് ഇത് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഇമാം നസഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് വിശദമായിട്ട് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, സൂറത്തുൽ ഹദീദ്. സൂറത്തുൽ ഹദീദിലാണ് ഇതൊന്നും കൂടെ വിശാലമായിട്ട് പറഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങനെ തോന്നിപ്പിച്ചു വെച്ചിട്ടുള്ളൂ. സൂറത്തുൽ ഹദീദിൽ കേട്ടോ. അതിന്റെ അർത്ഥം ഒന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വേദി വന്യരായ ഉസ്താദ് അവർക്ക് കൈമാറുകയാണ്. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم. മുമ്പിലും പാർശ്വങ്ങളിലും വലതുഭാഗത്തും വെളിച്ചം ഓടിക്കളിക്കുന്ന മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും
അവരുടെ നിസ്കാരവും നോമ്പും സ്വതക്കയും ഖുർആനോത്തും ഒക്കെയായിട്ട് നല്ല വെളിച്ചവുമായിട്ട് പാലം കടക്കുന്ന മുഅ്മിനീങ്ങളെ നബിയെ തങ്ങൾ കാണുമ്പം ബുശ്റാക്കുമുൽ യൗം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് അതാ സുവിശേഷം ലഭിക്കുകയാണ്. നല്ല വെളിച്ചമായിട്ട് പാലം കടക്കുന്നവരോട് പറയുന്നു അല്ലാഹു ബുശ്റാക്കുമുൽ യൗം, മലക്കുകളായത് പറയാ, അല്ലാഹുവിന്റെ ദൂതന്മാരായ മലക്കുകൾ, ബുശ്റാക്കുമുൽ യൗം, ഇന്ന് മക്കളെ മുഅ്മിനീങ്ങളെ നിങ്ങൾക്കാണ് കേട്ടോ സന്തോഷമായ സന്തോഷമല്ല. നിങ്ങളെല്ലാവരും ഇന്ന് ഹാപ്പിയാണ്. എന്തേ കാരണം? ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അദീം. മഹത്തായ വിജയമായ ആ താഴ്ഭാഗത്തിലൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗ്ഗല്ലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ സന്തോഷിച്ചോ. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, അതേ സമയം അന്ന് മുനാഫിക്കീങ്ങളും മുനാഫിക്കാത്തുകളും അവരെ നബിയെ തങ്ങൾ കാണുന്നത് എങ്ങനെയായിരിക്കുന്നറിയോ? വെളിച്ചവുമായിട്ട് പാലം കടക്കുന്ന മുഅ്മിനീങ്ങളെ കാണുമ്പം യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ലില്ലദീന ആമനൂ, മുന്നിൽ വെളിച്ചവുമായി നടന്നു നീങ്ങുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാരെ കാണുമ്പം പിറകിലുള്ള മുനാഫിക്കീങ്ങളും മുനാഫിക്കാത്തുകളും പറയും എന്ത്? ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഉൻദുറൂനാ പ്ലീസ് പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യോ, വെയിറ്റ് ഫോർ മീ, എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഉൻദുറൂന, ഞങ്ങളെയും കൂടെ ഒന്ന് കാത്തു നിൽക്കണം. ഉൻദുറൂന, ഇപ്പുറത്ത് വിളിച്ചു പറയാം, എന്നെയും കൂടെ ഒന്ന് കാത്തു നിൽക്കോ. നഖ്തബിസ് മിൻ നൂരിക്കും, നിന്റെ ലൈറ്റിൽ നിന്റെ പ്രകാശത്തിൽ ഞാനും പാലം ഒന്ന് അങ്ങോട്ട് കടന്നോട്ടെ. നമ്മൾ അർദ്ധരാത്രി വന്നു, 12 മണിക്ക് വന്നേ, നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് ഒരു ഇടവഴിയിലൂടെ നടന്നു പോകണം. കയ്യിൽ ലൈറ്റില്ല, അല്ലെങ്കിൽ കുത്തിവെച്ച നമ്മളെ കയ്യിലുള്ള കറണ്ടിന്റെ ടോർച്ച് ഇന്നലെ കുത്തിവെച്ചിരുന്നു, സ്വിച്ച് ഇടാൻ മറന്നുപോയി, ചാർജ് കയറിയിട്ടില്ല. അടിച്ചു നോക്കുമ്പോഴാ ചാർജ് ഇല്ല എന്ന് ബോധ്യപ്പെട്ടത്. 1-2 തിളക്കം ഉണ്ടായി, പിന്നെ അത് കഴിഞ്ഞു. അപ്പോഴാ നിങ്ങളെ കൂട്ടുകാരൻ കടയടച്ച് 12 മണിക്ക് കടയടച്ച് ടൗണിൽ നിന്ന് വന്ന് നാട്ടിലെത്തി നടന്നു പോകുന്നുണ്ട്. അയാളെ പുരയ്ക്ക് എത്താനായി, അയാളെ പുരയും കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ പുരയ്ക്ക് പോകാൻ. അപ്പൊ അയാൾ ഇങ്ങനെ ടോർച്ച് അടിച്ച് നടന്നു പോകുന്നത് കണ്ടപ്പോ ബാക്കിന്ന് വിളിച്ചു, എടാ അഹമ്മദേ, അബൂബക്കറെ, അൻവറെ, ഒന്നിങ്ങ് സഹകരിക്കോ, ഒന്ന് ആ വെളിച്ചം ഒന്ന് കാണിച്ചു തരും. അപ്പൊ അയാൾ ടോർച്ച് ഇങ്ങനെ നീട്ടി അടിച്ചു. ആ വെളിച്ചം കണ്ടിങ്ങനെ നടന്നുപോയി. അയാൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കൊണ്ടയാക്കി തന്നു. അയാൾ വീട്ടിൽ പോയി. എന്തൊരു സമാധാന. നാ സിറാത്ത് പാലത്ത് നിന്ന് ഈ വിളിക്കുക, നൂരിക്കും, നമ്മളെയും കൂടെ ഒന്ന് കാത്തു നിന്നാൽ, ഒന്ന് സഹകരിച്ചാൽ, നിങ്ങൾ ആ വെളിച്ചം കണ്ട് നമുക്കും അങ്ങ് പാലം കടക്കായിരുന്നു എന്ന് പറയുമ്പം തിരിഞ്ഞു നിന്ന് അൻവർ പറയുന്ന മറുപടി കേട്ടോ സഹോദര, സൂറത്തുൽ ഹദീദിലാണ് ഈ വാക്കുകൾ ഉള്ളത്. അവിടെ ബാക്കിൽ പോയി നോക്ക്, വെളിച്ചം വിതരണം ചെയ്ത ആ കൗണ്ടറില്ലേ, അവിടുന്ന് ഞങ്ങൾക്ക് ലേറ്റ് കിട്ടിയത്. ഞങ്ങളിത് തന്നെയാണ് ഒത്ത് കിട്ടാൻ വേണ്ടി റബ്ബന അത്മിം ലനാ നൂറനാ എന്ന് ദ്വാരന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വേറുള്ളവർക്ക് കാണിച്ചു തരാനൊന്നും ഇവിടെ സാധനമില്ല. ഞാൻ എൻ്റെതുമായിട്ട് പോവുകയാണ്. അവിടെ പോയി ചോദിച്ചു നോക്ക് കിട്ടുമോ. ഇർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറ, പിന്നാമ്പുറത്തേക്ക് പോയി വെളിച്ചം അന്വേഷിച്ചോ. അത് പറയുമ്പോഴേക്ക് ഫദുരിബ ബൈനഹും ബിസ്സൂർ ലഹു ബാബും ബാത്തിനുഹു ഫീഹി റഹ്മ വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. ഒരു മറ, അപ്പോഴേക്കൊരു ഭിത്തി അവർക്കിടയിൽ അങ്ങ് വീഴും. രണ്ടാളുടെ ഇടയിൽ സിറാത്ത് പാലത്തിൽ ഒരു ഭിത്തി അങ്ങ് വീഴും. ആ ഭിത്തിയുടെ അപ്പുറത്ത് ഉള്ളിൽ മുഴുവനും കരുണയും സ്നേഹവും ആണ്. അതേസമയം പുറത്തു മിൻ ഖിബലിഹിൽ അദാബ് വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, ഭിത്തിയുടെ ഇപ്പുറത്ത് മുഴുവനും മഹാ ബേജാറുകളാ. ഇയാൾ ഈ ബേജാറിന്റെ ഈ ഇരുട്ടിൽ അങ്ങ് കുടുങ്ങി. അയാൾ നല്ല വെളിച്ചത്തിൽ നടന്നു നീങ്ങുകയും ചെയ്യുന്നു. യുനാദൂനഹു, അപ്പൊ മറയങ്ങ് വീണാലും വിളിച്ചു നോക്കും. കറട്ടുണ്ടെങ്കിലും ഇവിടുന്ന് അപ്പുറത്തേക്ക് വിളിച്ചാൽ കറട്ടിന്റെ അടുത്തുള്ളവർ കേൾക്കുമല്ലോ. അപ്പൊ വിളിച്ചു നോക്കി. മറ വീണിട്ടുണ്ടെങ്കിലും വിളിച്ചു നോക്കി. യുനാദൂനഹു അലം നകും മഅകും, എന്താണ് തീരെ സഹകരിക്കാത്തത്? നമ്മളൊക്കെ ഒന്നായിരുന്നില്ലേ, ഞങ്ങൾ നിങ്ങളെ കൂടെ ആയിരുന്നില്ലേ? എടീ ഞാനും നീയോ അപ്പൊ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതല്ലേ? എടാ ഞാനും നീയും ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചവരല്ലേ? ഒരു സംഘടനയിൽ പ്രവർത്തിച്ചവരല്ലേ?
ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ. ജീവിതത്തിൽ കുറച്ച് അനർത്ഥങ്ങളൊക്കെ കാണിച്ചതുകൊണ്ട് എന്റെ ഗതി ഇതായി, ഒന്ന് സഹകരിച്ചൂടെ? നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നില്ലേ ദുനിയാവില്? ആ സമയത്ത് തിരിച്ച് മറയുടെ അപ്പുറത്ത് നിന്ന് മുഅ്മിനീങ്ങളുടെ മറുപടി ബലാ, ശരിയാണ്. വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനിയ്യ. പക്ഷേ നിങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെ കുഴപ്പത്തിലാക്കിയത്. നിങ്ങൾ വലിയ പ്രതീക്ഷകൾ വെച്ചു, പ്രതീക്ഷകൾ നിങ്ങളെ പറ്റിച്ചു. വിശ്വസിക്കേണ്ടതിലൊക്കെ നിങ്ങൾക്ക് സംശയം, അത് ശരിയാണോ ഇത് ശരിയാണോ, എല്ലാം സംശയത്തിന്റെ നിഴലോടെ നോക്കിക്കണ്ടു. നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് കൃത്യമായി ഈമാനായില്ല. നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ചു. പിന്നെ ജീവിതത്തിലെ ദുനിയാവിൽ നിങ്ങളെ ഒരുപാട് മോഹങ്ങൾ, വഗറത്കുമുൽ അമാനിയ്യു, മോഹങ്ങൾ നിങ്ങളെ പറ്റിച്ചു, ദുർമോഹങ്ങൾ നിങ്ങളെ പറ്റിച്ചു. അതിനൊക്കെ നമ്മൾ ഉത്തരവാദിയാ? വഗറക്കും ബില്ലാഹിൽ ഗറൂർ, മഹാവഞ്ചകൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് പിശാച്, അല്ലെങ്കിൽ ദുനിയാവ്. രണ്ട് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. പിശാച് എന്നാണ് അധിക ആളുകളും പറഞ്ഞത്. പിശാചിന്റെ വലയിൽപ്പെട്ടത് കൊണ്ടല്ലേ മോനെ. അതുകൊണ്ട് ഇന്നിവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല കേട്ടോ. فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير. നിങ്ങളെ ഏറ്റെടുക്കാൻ നരകം കാത്തു നിൽക്കുന്നു, പൊയ്ക്കോ. നല്ല സങ്കേതമാണ്, നല്ല ഉഷാറുള്ള ലോകമാണ്, അങ്ങ് പൊയ്ക്കോ. അതിവിടെ വെച്ച് നിങ്ങൾ തൊലഞ്ഞോ എന്ന് പറഞ്ഞ് നമ്മൾ പൊളിഞ്ഞു കെട്ടി നരകത്തിലേക്ക് വീഴുന്ന രംഗം അല്ലാഹു കാക്കട്ടെ. ഇതില്ലാതെ രക്ഷപ്പെടണോ? ഒരേ ഒരു മാർഗ്ഗമുള്ളത്, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാൻ. ഒന്നാമത്തെ ദിവസം പറഞ്ഞു തുടങ്ങിയ ഈ ആയത്ത് ഇന്നത്തോടുകൂടെ ഈ ചർച്ച തൽക്കാലം ഇവിടെ സമാപിച്ച് വന്യരായ ഉസ്താദിന് ഞാൻ ഈ വേദി കൈമാറുകയാണ്. വഗ്ഫിർ ലനാ, പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തു നിന്ന് ഞങ്ങളെ വെളിച്ചം നീ പൂർത്തീകരിക്കണം. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാ പടച്ചോനെ. ഞങ്ങൾക്ക് പുറത്തു തരാൻ നിനക്ക് കഴിയുമല്ലോ അല്ലാ, ഞങ്ങൾക്ക് പുറത്തു തരാൻ നിനക്ക് സാധിക്കുമല്ലോ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇത് പറഞ്ഞുകൊണ്ട് അവസാനം സിറാത്ത് പാലത്തിലൂടെ വെളിച്ചം പൂർത്തീകരിച്ചങ്ങ് കടന്നു പോകണം. റബ്ബനാ തുമിം ലനാ നൂറനാ, വെളിച്ചം പൂർത്തിയാക്കി തരണം. അങ്ങത്തോളും അത് ഇനിയും കൂട്ടിത്തരണം. അതാണ് അത്മിം ലനാ നൂറനാ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആ വെളിച്ചം വേണ്ടതുപോലെ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. കൂട്ടത്തിലൊരു കാര്യം, ഞാൻ നേരത്തെ മർക്കസിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആരെങ്കിലുമൊക്കെ നല്ല സംഭാവനകൾ 25,000 50,000 ഒക്കെ തരാൻ പറ്റുന്നവരൊരു പക്ഷേ ഉണ്ടാവും. ഇന്നലെ 2 സഹോദരന്മാർ അതിലേക്ക് സംഭാവന തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. 2 പേർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. പിന്നെ ആരൊക്കെ സഹകരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്നോട് അത് സ്വകാര്യമായിട്ട് പറയാവുന്നതാണ്. കാരണം 40 ലക്ഷം രൂപ അതിന് വേണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അൽഹംദുലില്ലാ, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് മർക്കസിലേക്ക് വന്ന സംഭാവനകൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഇനി പുരുഷന്മാരുടെ ഭാഗത്ത് വലിയ സംഭാവനകളൊക്കെ നൽകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടുത്തെ വിമൻസ് കോളേജിന്റെ കാര്യം പറഞ്ഞു. ആ വിമൻസ് കോളേജിന്റെ കാര്യം എല്ലാവരും പരിഗണിക്കണം. നമ്മളെ പെൺകുട്ടികൾ പഠിക്കണം. വീട് നന്നാവണമെങ്കിൽ വീടിന്റെ വെളിച്ചം ഭാര്യയാണ്, യാതൊരു സംശയമില്ല. പെണ്ണാണ്, കുടുംബിനിയാണ് വീടിന്റെ വെളിച്ചം. ഇദാലം തകുൻ ഫീ മൻസിലിൽ മർഇ ഹുറതു തുദബ്ബിറുഹു ളാഅതു മസാലിഹു ദാരിഹി. ഒരു മഹാൻ പാടിയതാണത്. ഒരു മനുഷ്യന്റെ പുരയിൽ ആ വീട് നിയന്ത്രിക്കുന്ന ഒരു നല്ല പെണ്ണില്ലെങ്കിൽ, ഇദാലം തകുൻ ഫീ മൻസിലിൽ മർഇ ഹുറതു, ഒരു നല്ല പെൺകുട്ടി ഒരാളുടെ പുരയിലില്ലെങ്കിൽ, തുദബ്ബിറുഹു, അയാളുടെ വീടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു നല്ല പെൺകുട്ടിയില്ലെങ്കിൽ, ളാഅതു മസാലിഹു ദാരിഹി, ളാഅതു മസാലിഹു ദാരിഹി, അയാളുടെ വീടിന്റെ നന്മകൾ മുഴുവനും പാഴായിപ്പോയി. ആ വീട് പിന്നെ ഒരു നന്മ ഉണ്ടാവില്ല. ആ വീട്ടിന്റെ ഉമ്മരത്തേക്കാണ് കയറിയാ അറിയാം അല്ലെ? നിങ്ങൾക്കൊക്കെ പലപ്പോഴും അനുഭവം ഉണ്ടാവും. വീട്ടിന്റെ ഉമ്മരത്തേക്കാണ് കയറിയാൽ നിങ്ങൾക്ക് അറിയാം, ഈ വീട്ടിലെ നമ്മളെ സുഹൃത്തിന് കിട്ടിയ പെണ്ണു ഉഷാറാണ് അല്ലേ? അവിടെ ചെന്നാൽ അല്ലെങ്കിൽ അങ്ങനെയാണ് കയറി ചെന്ന് സ്റ്റെപ്പുമ്മലാണ് കയറിനോട് തന്നെ ഉണ്ടാവും കോഴി മറക്കിരുന്നിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അവിടെ കോഴിക്കാട്ടൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും.
അപ്പോഴും നമ്മൾ മനസ്സിലാക്കും ഇയാൾക്ക് കിട്ടിയത് ഒരു നല്ല മുതലാണ് അല്ലേ. രണ്ടും മനസ്സിലാക്കും. അത് പേരൻ്റെ അമ്മരാണ് കണ്ടാൽ മനസ്സിലാവും ആ വീട് എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ശരിക്ക് പെണ്ണ് നന്നാവലും, ആദർശബോധമുള്ള പെണ്ണ്, വിദ്യാഭ്യാസമുള്ള പെണ്ണ്. ഇന്നൊക്കെ വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഞാൻ ഉമ്മമാരോട് പറയുന്നു, കഴിയുമെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ അയച്ച് പഠിപ്പിക്കണം. നമ്മളെ കുട്ടികൾ മാത്രം ഒരു എട്ടും പൊട്ടും തിരിയാത്തൊരവസ്ഥയിലായി പോകരുത്. വിദ്യാഭ്യാസം ഉള്ള പെണ്ണും ഇല്ലാത്ത പെണ്ണും തമ്മിൽ നല്ല അന്തരം ഉണ്ടാവും. പക്ഷെ അതിനെന്താ വേണ്ടത്? വിദ്യാഭ്യാസം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആത്മീയത ലഭിക്കണം. ആത്മീയത ലഭിച്ചാൽ ആ പെണ്ണ് കുടുംബത്തെ ഉഷാറായിട്ട് നയിക്കും, ഉഷാറാവും. അല്ലാഹു തആല അതിന് പറ്റാവുന്ന നല്ല സ്ഥാപനമാക്കി നമ്മുടെ സ്ഥാപനത്തെ വളർത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു. സമയം വൈകുന്നുണ്ട്. ഉസ്താദ് അവറുകൾക്ക് എന്തായാലും കുറേ നീണ്ട് ദ്വാരക്കുമ്പോൾ തന്നെ കുറേ ഉപദേശിക്കുകയും അതോടൊപ്പം ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ശൈലിയാണ് വന്നരായ ഉസ്താദിന് സദസ്സ് കൈമാറിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ആത്മീയ വേദികൾക്ക് നേതൃത്വം നൽകുന്ന, നമ്മളെയൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്ന, നമ്മളൊക്കെ പള്ളി ദർശ ഓതുന്ന കാലത്ത് തന്നെ ആത്മീയ വേദികൾക്ക് നേതൃത്വം നൽകുന്നതായിട്ട് കേട്ടുവന്ന മഹാനവറുകൾ, അൽഹംദുലില്ലാ, അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ നീ റാഹത്ത് നൽകണേ അല്ലാ. ബദവി മഖാമിൽ അവിടെ മഹാന്മാരുടെ ചാരത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹു ആ ഹൈറുകളൊക്കെ ജീവിതത്തിലും ആഖിറത്തിലും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദിന്റെ ദുആ ആരംഭിച്ചു.